ഭാഗവതം ഇത് വെറും ഒരു പുരാണ ഗ്രന്ഥമല്ല. നമ്മുടെ ജീവിതത്തിൽ നാം ദൈനംദിനം കടന്നു പോകുന്ന പല വിധത്തിലുള്ള അനുഭവങ്ങളെയൊക്കെ ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, അതിലൂടെ കടന്നു പോവേണ്ടത്, എന്താണ് യഥാർത്ഥ ജീവിതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശാസ്ത്രീയമായി മനസ്സിലാക്കി തരുന്ന ഒരു ഉത്തമ ജീവിത ശാസ്ത്രമാണ് ഭാഗവതം. ഈ ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് വാസ്തവത്തിൽ ആരും ശാസ്ത്രീയമായി പഠിപ്പിക്കാനില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു വശത്ത് നമ്മൾ നല്ലൊരു ജീവിതം ആഗ്രഹിക്കും, വേറൊരു വശത്ത് നമ്മൾ മാനസിക സംഘർഷങ്ങളും അനുഭവിക്കും. സുഖം പ്രതീക്ഷിക്കുന്നു, വിതുരൻ പറഞ്ഞ പോലെ സുഖം പ്രതീക്ഷിക്കുന്നു, ദുഃഖം വർദ്ധിക്കുന്നു. ഇതൊന്നും പരിഹരിക്കാൻ ഒരു ക്ഷേത്ര സംസ്കാരത്തിലൂടെ നമുക്ക് സാധിക്കുന്നില്ല. അപ്പം എവിടെയാണ് ഇതിനൊക്കെ ഒരു മാറ്റം? എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു മാറ്റം? എവിടെയാണ് ഇതിനൊക്കെ ഒരു പരിഹാരമുള്ളത്? അവിടെയാണ് ഭാഗവത ശാസ്ത്രം നമുക്ക് ഉൾക്കാഴ്ച തരുന്നത്. അപ്പം നമുക്ക് ജീവിതത്തെക്കുറിച്ചൊരു ഉൾക്കാഴ്ചയുണ്ടെങ്കിലേ, അറിവുണ്ടെങ്കിലേ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കൂ ഞാൻ പറയുന്നത്. അതായത് ഒരു വശത്ത് ധാരാളം മോഹങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ. നമ്മളെന്ത് ചെയ്യുമ്പോഴും ഒരു മോഹമുണ്ട് നമുക്ക്. ഇപ്പം നിങ്ങളുടെ കുട്ടികളെ തന്നെ നിങ്ങൾ സ്കൂളിൽ പറഞ്ഞയക്കണോ, നിങ്ങൾക്ക് മോഹമുണ്ട് അവർ നന്നായി പഠിച്ചു വരണം എന്നുള്ളത്. അവർ കല്യാണം കഴിക്കണോ, നിങ്ങൾക്ക് മോഹമുണ്ട് അവർ നല്ലൊരു ജീവിതം നയിക്കണമെന്ന്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു മാനസിക സുഖവും സംതൃപ്തിയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞൊരു ജീവിതമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളിത് ആഗ്രഹിക്കുമെങ്കിലും ഇതെങ്ങനെയാണ് നേടേണ്ടത്, ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതിന് പ്രതികൂലമായി എന്തെങ്കിലും വന്നാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, തരണം ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊരു വ്യക്തത ആർക്കെങ്കിലും ഉണ്ടോ? ഒന്നുകൂടി പറയാം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലൊരു മോഹം, അത് നന്നാവണം, അതിലൂടെ സന്തോഷമുണ്ടാവണം, സമാധാനമുണ്ടാവണം, ഐശ്വര്യമുണ്ടാവണം. ആണോ അല്ലയോ? പക്ഷേ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൂടെ നാം പ്രതീക്ഷിക്കുന്നത് കിട്ടുമോ എന്ന് നോക്കിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? ആണോ? നമ്മളൊരു ജനറൽ സോഷ്യൽ മൈൻഡ് വെച്ച് ചെയ്യാണ്. കാരണം പലരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവർക്ക് സുഖം കിട്ടിയിട്ടുണ്ടായിരിക്കാം, അവരുടെ ജീവിതം നന്നായിട്ടുണ്ടായിരിക്കാം. അതുപോലെ ഞാനും ചെയ്തു കഴിഞ്ഞാൽ എനിക്കും ജീവിതം സുഖമായി തീരും എന്നുള്ള ഒരു ധാരണ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാവുന്നത്, ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെങ്ങനെ നമുക്ക് തരണം ചെയ്യണമെന്നറിയാതെ വരുമ്പോഴാണ് പലരും വിധിക്ക് കീഴ്പ്പെടുന്നത്. പലരും പറയുന്നത്, എന്നോടെന്തോ, എൻ്റെ ജീവിതം, എൻ്റെ സമയം എന്തോ ശരിയായില്ല, എനിക്കെന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് അവരുടെ പരാജയത്തെ അവർ ന്യായീകരിക്കും. ആണോ അല്ലയോ? നിങ്ങൾ ഭഗവത്ഗീത എടുത്ത് നോക്കൂ, നിങ്ങൾക്ക് കാണാം. അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കുട്ടി പരീക്ഷയ്ക്ക് പോകുന്ന പോലെ തന്നെയാണ് അർജുനനും മോഹമുണ്ട്, ഈ യുദ്ധത്തിൽ വിജയിക്കണം, വിജയശ്രീ ലാളിതവനാവണം, പാസ്സാവണം. ആ ഒരു മോഹം വെച്ച് അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ അർജുനൻ ഒരിക്കലും ധരിക്കുന്നില്ല ഒരു പ്രതികൂലമായ സാഹചര്യം വന്നാൽ എങ്ങനെ ഞാനിതിനെ നേരിടണമെന്ന്. അർജുനൻ അത് പ്രതീക്ഷിച്ചില്ല. കൃഷ്ണൻ രഥം കൊണ്ടുപോയി ഭീഷ്മരുടെയും ദ്രോണാചാര്യരുടെയും മുന്നിൽ കൊണ്ടു നിർത്തിയപ്പോൾ പ്രതികൂലമായൊരു സാഹചര്യം വന്നപ്പോൾ അതോടുകൂടി അർജുനൻ തളർന്നോ എന്ന് മാത്രമല്ല, അർജുനൻ കുറ്റം പറയാൻ തുടങ്ങി. ഇവരൊക്കെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്, നമ്മളെന്തിനാ യുദ്ധം ചെയ്യുന്നത്? ആണോ അല്ലയോ? ന്യായീകരണങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നമ്മളൊരു പക്ഷേ നക്ഷത്രങ്ങളെ കുറ്റം പറയുമായിരിക്കാം. എൻ്റെ സമയം മോശമാണ്, ചൊവ്വാദോഷമാണ്, അല്ലെങ്കിൽ അപഹാരമാണ്, സന്ധിയാണ്, സിന്ധിയാണ്, അങ്ങനെയൊക്കെ നമ്മൾ വല്ലതും പറയുമായിരിക്കാം.
അല്ലെങ്കിൽ നമ്മൾ പറയാം, നമുക്ക് വേറെ പലതും പറയാം, ഇന്നത്തെ കാലം മോശമാണ്. മനസ്സിലാവുണ്ട് നിനക്ക്? കലികാലമാണ്. ഇതൊക്കെ ഒരു എക്സ്ക്യൂസാണ് വാസ്തവത്തിൽ. അപ്പം അവിടെയാണ് ഭാഗവതത്തിൻ്റെ ഒക്കെ ഒരു വ്യക്തത നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഭാഗവതം നമ്മളോട് പറയുന്നത്, ശ്രദ്ധിക്കണേ ഞാൻ പറയണത്, ഒരു സുഖമായ ജീവിതത്തിന് ഒരു സാധാരണ വ്യക്തി എപ്പോഴും സുഖം എന്നത് നിശ്ചയിക്കുന്നത് സാഹചര്യത്തെ അനുകൂലമാക്കിയെടുക്കുക എന്നുള്ളതാണ്. പ്രകൃതിയെ തൻ്റെ പ്രകൃതത്തിന് ഇണങ്ങുന്നതാക്കാനാണ് പലരും ശ്രമിക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ച് സുഖം എന്ന് പറയുന്നത് എപ്പോഴും അവർ നോക്കുന്നത്, പറയൂ, എപ്പോഴും നോക്കുന്നത് പുറമേയുള്ള സാഹചര്യത്തെ എങ്ങനെ തനിക്ക് അനുകൂലമാക്കാൻ പറ്റുമെന്നാണ് ഇന്ന് ഭൂരിപക്ഷം ആളുകളുടെയും ചിന്തകൾ. മനസ്സിലായില്ലേ? മറ്റുള്ളവരെ തന്നെ പോലെ ആക്കി തീർക്കുക. ഇപ്പം നോക്കൂ, വേൾഡിലെ പ്രശ്നം ഇതാണ്. മുസ്ലിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു, എല്ലാവരും മുസ്ലിങ്ങളായ ലോകം നന്നായത്രേ. ക്രിസ്ത്യാനികൾ അങ്ങനെ ചിന്തിക്കുന്നു, ലോകം മുഴുവൻ ക്രിസ്ത്യാനികളായാൽ ലോകം നന്നായി എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം അവർ അവരൊന്നും കാണുന്നില്ല. അവർ കാണാത്തതുകൊണ്ടല്ല, എത്രത്തോളം ഒരാളെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കണോ ആ ക്രിസ്ത്യാനി വേറെ ഗ്രൂപ്പായി മാറുകയാണ്. ഒരു ജീസസേ വന്നുള്ളൂ, ഒരു ബൈബിൾ എഴുതിയിട്ടുള്ളൂ. എത്ര ഗ്രൂപ്പുണ്ട് കേരളത്തിൽ തന്നെ? നോക്കൂ നിങ്ങൾ, മാർ തോമ, എന്തെല്ലാം തോമകൾ ഇല്ലേ? റോമൻ കത്തോലിക്കോ, എന്താ പറയുക, സാധാരണ കത്തോലിക്ക, എത്ര 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 പ്രൊട്ടസ്റ്റൻ്റ്, എത്ര വിഭാഗങ്ങൾ അവർ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കണം. ഉണ്ടോ ഇല്ലയോ? ഇതുപോലെ മുസ്ലിം കൺട്രിയിൽ അത് തന്നെ പറ്റും. ഒരു മുഹമ്മദ് നബിയെ വന്നിട്ടുള്ളൂ, ഒരു ഖുറാനെ എഴുതിയിട്ടുള്ളൂ, എത്ര വിഭാഗം അതിൻ്റെ മുകളിൽ തല്ലി. അപ്പോൾ ജീവിതത്തെ പലരും കരുതുന്നത് സാഹചര്യങ്ങളെ അല്ലെങ്കിൽ പരിതസ്ഥിതികളെ, ചുറ്റുപാടിനെ തനിക്ക് അനുകൂലമാക്കുക എന്നതാണ് ഇന്നത്തെ പൊതുവെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട്. എന്നാൽ ഇവിടെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്, ജീവിതത്തിൻ്റെ വിജയം തുടങ്ങുന്നത് സാഹചര്യങ്ങളെ അല്ലെങ്കിൽ പരിതസ്ഥിതികളെ അനുകൂലമാക്കുന്നതിലല്ല. ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്വസ്ഥതയിലാണ്, മനസ്സിൻ്റെ റിലാക്സേഷനിലാണ്. സന്തോഷമിരിക്കുന്നത് മനസ്സിൻ്റെ സ്വസ്ഥതയിലാണ്. മനസ്സ് അസ്വസ്ഥമായാൽ എന്ത് സുഖമുണ്ട്? ഇതൊന്നും എൻ്റെ ഭാഷ്യമല്ല. നോക്കൂ നിങ്ങൾ, ഗീതയിൽ 2-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നു, വളരെ മനോഹരമായൊരു ശ്ലോകമുണ്ട്. 2-ാം അധ്യായത്തിൽ 62 തോന്നുന്നു. നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ് 66 4 നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയത ശാന്തിർ അശാന്തസ്യ കുതസുഖം. അശാന്ത കുതസുഖം. അശാന്തനായ ഒരാൾക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും കുതസുഖം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? സാഹചര്യങ്ങളൊക്കെ ചുറ്റുപാടുകളൊക്കെ അനുകൂലമായാലും, കല്യാണ ബ്രോക്കർ പറഞ്ഞതുപോലെ പെണ്ണിൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, പയ്യൻ്റെ ചുറ്റുപാട് നല്ലതാണ്, നല്ല സാമ്പത്തികമായ ചുറ്റുപാടിലുള്ള പയ്യനാണ്. നല്ല ഭാഗ്യത്തിൻ്റെ പെണ്ണിൻ്റെ അച്ഛനൊന്ന് അന്വേഷിച്ച് നോക്കി പയ്യൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്. അപ്പം നോക്കുമ്പം പയ്യൻ ദരിദ്രവാസിയാണ്, ഒരു പൈസയിലേ ഉള്ളതൊക്കെ കുടിക്കുന്ന ടൈപ്പാണ്. പിന്നെ എന്താ സാമ്പത്തിക ചുറ്റുപാട് നല്ലതാണെന്ന് പറഞ്ഞ് പയ്യൻ ബ്രോക്കറോട് ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? പയ്യൻ്റെ വീട്ടിൻ്റെ മുന്നിലേക്ക് നോക്കിയില്ലേ, കാനറാ ബാങ്കായിരിക്കണത്, പുറകിൽ LIC ആയിരിക്കുന്നത്, വലത് ഭാഗത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കുന്നത്. ചുറ്റുപാട് സാമ്പത്തികമായി ഉയർന്നതാണ്. ഞാനും തന്നെ ഉദ്ദേശിച്ചുള്ളൂ. ഈ രീതിയിൽ അല്ല ഉള്ള ചുറ്റുപാടിനെയൊക്കെ നിങ്ങൾ അനുകൂലമാക്കിയാലും അശാന്തസ്യ കുതസുഖം. ഈ കാര്യമുണ്ടല്ലോ, നമ്മുടെ ഋഷീശ്വരന്മാർ കടന്നുപോയതുപോലെ ഒരു മനുഷ്യൻ ചിന്തിച്ചിട്ടില്ല. മനുഷ്യ മനസ്സിന് എപ്പോഴും 3 രോഗങ്ങളുണ്ട്.
മനുഷ്യ മനസ്സിനെപ്പോഴും 3 രോഗങ്ങളുണ്ട്. ഏതാണ് ഈ 3 രോഗങ്ങൾ? അതെപ്പോഴും കമ്പയർ ചെയ്യും, അതെപ്പോഴും കംപ്ലെയിൻ ചെയ്യും, അതെപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യും. ഇത് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവമാണ്. എന്തൊക്കെയാണ്? അത് കമ്പാരിസൺ നടത്തും. നിങ്ങൾക്ക് എത്ര നല്ല സാധനം തന്നാലും അതിലും കൂടുതൽ അപ്പുറത്തെ ആൾക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു കഥ. നിങ്ങളുടെ മനസ്സ് ഉടനെ തന്നെ അതിലേക്ക് നോക്കും. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്കിവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു പഴം പുഴുങ്ങിയത് തന്നു, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് 2 പഴം പുഴുങ്ങിയത് കൊടുത്തു. നിങ്ങളുടെ നോട്ടം ആരിലേക്കായിരിക്കും? കഴിഞ്ഞു കഥ. ഉടനെ നിങ്ങളുടെ മനസ്സ് പറഞ്ഞു എനിക്കെന്തേ ഒന്ന് കിട്ടിയത്. പിന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾ 2 ദിവസം പട്ടിണി കിടന്ന ആളായാലും ശരി, എന്നാൽ ഇതെങ്കിലും കിട്ടിയില്ലേ കഴിച്ചു, അങ്ങനെ വിട്ടുകൊടുത്തു. നിങ്ങൾ ഹോട്ടലിൽ പോയി നോക്കൂ, നിങ്ങൾ എന്ത് ഓർഡർ ചെയ്തോ അത് കഴിക്കുമ്പോഴേക്കും, നാവിൽ വെക്കുമ്പോഴേക്കും നിങ്ങൾ അടുത്ത ആളുടെ പ്ലേറ്റിലിരിക്കുന്നു. ഇവരെന്താവോ കഴിക്കുന്നത്? മനസ്സിൻ്റെ പ്രത്യേകത അതാണ്. അവർക്ക് എന്ത് കിട്ടിയെന്ന് ഉണ്ടോ ഇല്ലയോ? ശരിയാണോ ഞാൻ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കല്ല നോക്കുക, അടുത്ത വീട്ടിലേക്കാണ് നോക്കുക. അതുകൊണ്ടാണ് ഭാര്യ എപ്പോഴും പരാതി പറയുന്നത്, കണ്ടുപിടിക്കും അപ്പുറത്തെ ശേഖരനെ, ഭാര്യയോട് എന്താ സ്നേഹം എന്ന്. നിങ്ങൾക്കൊക്കെ സ്നേഹമുണ്ടോ? കല്ലല്ലേ നെഞ്ചിലെന്ന്. മനുഷ്യന് സ്നേഹം എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. എന്താ ശേഖരൻ ചെയ്യുന്നത്? ഓഫീസിലേക്ക് പോകുമ്പോഴും ഭാര്യയുടെ കൈ എടുത്ത് ഉമ്മ വെച്ചിട്ടാണ് അത്രേ പോണത്. എന്തോ വട്ട് എന്നല്ലാതെ. അപ്പം ഇത് കേട്ടപ്പം ഭർത്താവ് പറയാണ്, എനിക്കങ്ങനെ സ്നേഹിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ശേഖരൻ അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ടാണെന്ന്. മനസ്സിലായില്ലേ? ഇതാണല്ലോ കമ്പാരിസൺ. മറ്റുള്ളവരുടെ വീട്ടിലെന്ത് നടക്കണോ, മറ്റുള്ളവരെന്ത് ചെയ്യണോ നോക്കൂ നിങ്ങൾ. ഈ കമ്പാരിസൺ ആണ് ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ തലമുറകളെ. അതുകൊണ്ടാണ് സിനിമാ ലോകം കാണിക്കുന്ന പോലെ മുടി അവിടെ വെട്ടി, അടുത്ത കാലത്ത് വരെ അണ്ടർവെയർ വരെ കാണിക്കുമായിരുന്നു. ഇപ്പം അണ്ടർവെയറിൻ്റെ താഴത്തേക്കായിരിക്കുന്നു പാൻറ്റ്. ഞാൻ ബാംഗ്ലൂരിലെ ചില കുട്ടികളെ കണ്ടപ്പോൾ ഇറ്റ്സ് സോ ബാഡ്. ആണും പെണ്ണും കണക്ക് തന്നെ. ഏറെക്കുറെ ആസനത്തിൻ്റെ പകുതി വരെ പാൻറ്റും, അത്രത്തോളം. ഇതൊക്കെ ഫാഷനാണ് അത്ര. ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. നോക്കൂ നിങ്ങൾ. സ്വാധീനിക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പോൾ ഒരു താരതമ്യം, ഇത് വലിയൊരു കോംപ്ലക്സ് ആണത്. മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഉള്ളതിൽ ആസ്വദിക്കാനല്ല മനസ്സ് ശ്രമിക്കുന്നത്, മറ്റുള്ളവരിൽ ഉള്ളതും തനിക്ക് ഇല്ലാത്തതും നോക്കി താൻ എന്തൊക്കെയോ ഇല്ലാത്തവനാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നമ്മളെ മാനസികമായി താഴ്ത്താനാണ്. പല കുട്ടികളുണ്ടല്ലോ ഈ കോംപ്ലക്സിലാണ് അവർ അട്രാക്ഷൻ ഉണ്ടാക്കുന്നത്, പല കുട്ടികളും. അതുകൊണ്ടാണ് ഞാൻ നോക്കിയിട്ട് പൂനെയിലൊക്കെ അല്പം ഒരു സൗന്ദര്യക്കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സിഗരറ്റൊക്കെ വലിച്ച് പെൺപിള്ളേർ 10 പേര് കാണട്ടെ എന്നുള്ള രീതിയിൽ അവർ വിചാരം ഒരു സിഗരറ്റ് 10 ആളുടെ മുന്നിൽ വെച്ചാൽ എന്തോ ഒരു ഗമ പോലെയാണ്. മനസ്സിലാവുണ്ട് നിൽക്കുക. അതുപോലെ തന്നെ സൗന്ദര്യബോധം ഉള്ള ക്രീമൊക്കെ വലിച്ച് തേച്ച് അവിടെയും ഇവിടെയൊക്കെ തേച്ച് അവസാനം കുറേ കഴിഞ്ഞാൽ ചൊറിയും വന്ന് നോക്കൂ നിങ്ങൾ. സൗന്ദര്യം എന്നുള്ളതൊക്കെ പണ്ടത്തെ സൗന്ദര്യം എന്തായിരുന്നു? സ്ത്രീകളുടെ സൗന്ദര്യം പഴയ കാലത്ത്. ഇന്നിപ്പോൾ എവിടെ എത്തിച്ചു അതെല്ലാം? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഈ പറയുന്നത്? ഇതെല്ലാം ഒരു തരം കമ്പാരിസൺ. എനിക്കില്ലാത്തത് ആരൊക്കെയോ ഉണ്ട്. അപ്പം അവരറിയുന്നില്ല ഏറ്റവും അമൂല്യമായ സമ്പത്ത് സ്വന്തം മനസ്സാണെന്ന് അവരറിയുന്നില്ല. സ്വന്തം മനസ്സിനെ പോലൊരു സമ്പത്ത് ലോകത്തിൽ ഇല്ല. മനസ്സിനെയല്ല സമ്പത്തായി കാണുന്നത്, ആണോ? സമ്പത്തായി കാണുന്നത് ശരീര സൗന്ദര്യമായിരിക്കാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് അതിലേക്ക് നോക്കുമ്പോൾ, ശരീരത്തിലേക്ക് നോക്കുമ്പോൾ തീർച്ചയാണ് ഈ ശരീരത്തെക്കാൾ സൗന്ദര്യമുള്ള വേറൊരു ശരീരത്തെ കാണുമ്പം അതിനൊരു ഡിഫക്റ്റ് ഉണ്ട് തോന്നും. പണത്തിലേക്ക് നോക്കുമ്പം പണമുള്ളവരെ കാണുമ്പോൾ പണമില്ലാത്തവനൊരു കോംപ്ലക്സ് ഉണ്ടോ ഇല്ലയോ? എന്നാൽ മനസ്സിലേക്ക് നോക്കാനുള്ളൊരു സംസ്കാരമുണ്ടെങ്കിൽ, ആ മനസ്സിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ
ഞാൻ മറ്റൊരു മനസ്സിലേക്കല്ല നോക്കേണ്ടത്, സ്വന്തം മനസ്സിനെ ഉയർത്തുകയാണ്. ഈ ഒരു സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അതിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ നാം കുട്ടികളെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് എഴുതി വെക്കണേ നിങ്ങൾ. ഏറ്റവും വലിയൊരു സമ്പത്തെന്ന് പറയുന്നത്, ഈ ലോകത്തിലെ സമ്പത്തെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്. ഇതിലും വലിയൊരു സമ്പത്തില്ല. ശരിയല്ലേ? ഞാൻ നോക്കിയിട്ട് എനിക്കതാ മനസ്സിലായത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും അമൂല്യ സമ്പത്ത്. ശരിയാണോ? എന്തുകൊണ്ട് അതിനെ സമ്പത്തെന്ന് വിളിക്കുന്നു? കാരണം ഈ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് ഏഷ കാമകൃത് എന്നൊക്കെയാണ്, കാമധേനുവിനെ പോലെയൊക്കെയാണ് മനസ്സിനെ വെച്ചത്, കൽപ്പതരുവിനെ പോലെയാണ് മനസ്സിനെ വെച്ചത്. എന്തു വേണമെങ്കിലും ഈ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് കറന്നെടുക്കാം. നിങ്ങളെ ദുഃഖത്തിൻ്റെ കുഴിയിലേക്കും താഴ്ത്താൻ മനസ്സിന് സാധിക്കും, സുഖത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉയർത്താനും ആർക്ക് സാധിക്കും? അപ്പം ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്? ഭട്ടതിരിപ്പാട് പറയുന്നത് പോലെ യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനൽ കാന്തം കാന്തിനിദാനതോപി മധുരം മാധുര്യ ദുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ ത്രൈലോക്യമഹീയസോപി മഹിതം. ഭട്ടതിരിപ്പാട് അത്ര മനോഹരമായിട്ടാണ് ആ വരികൾ ഉപയോഗിച്ചത്. സൗന്ദര്യോത്തരതോപി സുന്ദരതരം. സൗന്ദര്യത്തിലും വെച്ച് ഏറ്റവും വലിയ സൗന്ദര്യം. പരമാത്മാവ് തന്നെ സൗന്ദര്യമാണെങ്കിൽ അതിൻ്റെ അംശമായ ജീവാത്മാവിനും എന്തുണ്ട്? സൗന്ദര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾ കാഴ്ചപ്പാട് എന്താ പറയുക, ഒരു തെറ്റായ ദിശയിലേക്ക് നശിപ്പിച്ചു കളഞ്ഞു, അത് വഴിതെറ്റിച്ചു കളഞ്ഞു. എന്താണ് കാഴ്ചപ്പാട്? കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ടതായിരുന്നു, ദ ഹയസ്റ്റ് വെൽത്ത് ഇൻ യുവർ ലൈഫ് ഈസ് യുവർ മൈൻഡ്. ഇത് പഠിപ്പിക്കണ്ടേ? അതിന് പകരം നമ്മൾ പഠിപ്പിക്കുന്നത് ഹയസ്റ്റ് വെൽത്ത് എന്ന് പറയുന്നത് പണമാണ്, അല്ലെങ്കിൽ സൗന്ദര്യമാണ്. അപ്പോൾ കുട്ടിക്കാലത്തെ ആ കുട്ടിയുടെ ഉള്ളിലൊരു കോംപ്ലക്സ് വരികയാണ്, എനിക്ക് സൗന്ദര്യം കൂട്ടണം, അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. നോക്കൂ നിങ്ങൾ ഇന്നത്തെ ആൺകുട്ടികളിലേക്കൊക്കെ എത്ര പണം. ഇതൊക്കെയാണ് ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അല്ലേ? പല സൗന്ദര്യത്തിൻ്റെ പേരും പറഞ്ഞ പല സാധനങ്ങളും തേച്ച് പിന്നീട് അതിൻ്റെ പേരിൽ കുഴപ്പങ്ങളുണ്ടാക്കി, പല ക്രീമുകളും തേച്ച് ആ ക്രീമുകളൊക്കെ പിന്നീട് അപകടങ്ങളുണ്ടാക്കി. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? സൗന്ദര്യം ഏറ്റവും മനസ്സിനാണ്. അപ്പം മനസ്സാണ് ഏറ്റവും വലിയ അമൂല്യ സമ്പത്തെങ്കിൽ ഈ മനസ്സിൻ്റെ മുകളിൽ നമുക്ക് പരിപൂർണമായൊരു സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ നമ്മൾ പഠിപ്പിക്കേണ്ട മറ്റൊരു പാഠം, നിങ്ങളുടെ മനസ്സ് മറ്റൊരു മനസ്സ് പോലെ ആക്കി തീർക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എവ്രി മൈൻഡ് ഈസ് ഡിഫറെൻ്റ് ആൻഡ് എവ്രി മൈൻഡ് ഈസ് യുണീക്ക്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു സാധനം ഏതായിരിക്കും? മനസ്സാണ്. ഒരു മനസ്സിനെ പോലെ ലോകത്തിൽ 100% മറ്റൊരു മനസ്സിനെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. സ്വന്തം വീട്ടിൽ സാധ്യമല്ല, സ്വന്തം കുടുംബത്തിൽ സാധ്യമല്ല, പുറമെ പിന്നെ പറയേണ്ട കാര്യമില്ല. ഉണ്ടോ ഇല്ലയോ? ശരിയാണോ ഞാൻ പറയുന്നത്? ഒരു മനസ്സിനെ പോലെ വേറൊരു മനസ്സില്ലെങ്കിൽ നമ്മൾ എന്തിനു മറ്റൊരു മനസ്സിലേക്ക് നോക്കണം? സമയം കളയേണ്ട വല്ല കാര്യമുണ്ടോ? അവർ നല്ലവരോ ചീത്തവരോ എന്ന് പറഞ്ഞിരിക്കുന്നതാണോ ശരി? നമ്മുടെ സ്വന്തം മനസ്സിനെ നമുക്ക് ഉയർത്താൻ പരിശ്രമിക്കുന്നതാണോ ശരി? ഏതായിരിക്കും? സ്വന്തം മനസ്സിനെ ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത്. പക്ഷേ ആവറേജ് മൈൻഡ് എപ്പോഴും നോക്കുന്നത് മറ്റുള്ള മനസ്സിലേക്കാണ്. അവരെത്ര മോശം, അവരെത്ര നല്ലത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഒരു സ്ത്രീ ഭർത്താവിനോട് പറയാണ്, അപ്പുറത്തെ ഭാർഗവി ഉണ്ടല്ലോ, ഇത്ര മടിച്ച് ഒരു പെണ്ണ് ലോകത്തിലുണ്ടാവില്ല, ഒരു പണിയെടുക്കില്ല, എല്ലാം പണിക്കാരത്തിയെ കൊണ്ട് ചെയ്യും, എപ്പോഴും ഇരുന്നിരുന്ന് TV കാണാം, അത് തന്നെ അവളുടെ ഒരു പണിയാണ്. അപ്പം ഭർത്താവ് ചോദിച്ചു, ഇത് നിനക്കെങ്ങനെ മനസ്സിലായി? പറഞ്ഞു, ഞാൻ ഇതുവരെ അവളെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം അപ്പുറത്ത് അവൾ എന്ത് ചെയ്യണമെന്നുള്ളത് അത് നോക്കിയിരിക്കില്ല, ഇവരുടെ പണി.
ഇതാണ് നമ്മുടെ മനസ്സിൻ്റെ. അടുത്തുള്ളവരെന്ത് ചെയ്യണോ, ഇവരെന്ത് ചെയ്യണോ, മറ്റവരെന്ത് ചെയ്യണോ, അതിന് പകരം ആരിലേക്ക് നോക്കുക നല്ലത്? നമ്മുടെ സ്വന്തം മനസ്സ്. പണ്ട് ആരോ പറഞ്ഞ പോലെ തൻ്റെ കാര്യം നോക്കിക്കൂടെ എന്ന് ചോദിച്ച പോലെ അതിന് നമുക്ക് സമയമില്ല. ചിലവർക്ക് അതിനൊട്ടും സമയമില്ല. വേണ്ട, നന്നാവണ്ട. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് വേറൊരു മനസ്സിനെ പോലെ ആക്കാനും സാധ്യമല്ല, വേറൊരു മനസ്സിനെ നിങ്ങളുടെ മനസ്സിനെ പോലെ ആക്കാനും സാധ്യമല്ല. ചിന്തിക്കൂ നിങ്ങൾ. ഇതുപോലെ മൂന്നാമത്തൊരു കാര്യം, നിങ്ങൾ എത്രത്തോളം നെഗറ്റീവായി ചിന്തിക്കുന്നോ, എത്രത്തോളം വിഷമങ്ങൾ ചിന്തിക്കുന്നോ, എത്രത്തോളം പരാതികൾ പറയുന്നോ, അത്രത്തോളം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ഫീൽഡ് ഓഫ് എനർജി നെഗറ്റീവായിരിക്കും. അതെത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ കൂടുന്നുണ്ടോ അത്രത്തോളം മറ്റുള്ളവർ നിങ്ങളറിയില്ല അവരെ അകറ്റി കൊണ്ടുപോകുന്നത്. ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങൾ അവരിൽ നിന്നും വളരെ അകന്നു പോയിട്ടുണ്ടാവും. പിന്നെ അത് റിപ്പയർ എടുക്കാൻ പ്രയാസമാണ്. ചില വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അവർ എഴുതും 50,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചില പാർട്സുകൾ മാറ്റണമെന്ന്. ഒരുപക്ഷെ നമ്മുടെ കേരളക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കേരളക്കാരല്ല, മൊത്തം ഇന്ത്യക്കാരുടെ പ്രശ്നമാണ്. 50,000 കിലോമീറ്റർ ഓടിയാൽ നമ്മൾ മാറ്റില്ല, കാരണം സംഗതി കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതി. പക്ഷേ ഞാൻ നോക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ അത് മാറ്റിയിട്ടുണ്ടാവും. കാരണം അവർക്കറിയാം കമ്പനി 50,000 കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 50,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിസ്ക്കാണ്. അത് മറ്റുള്ള പാർട്സിനെയും മറ്റുള്ള ഭാഗങ്ങളെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കും നല്ലതല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഓടട്ടെ. പിന്നെ അത് ഓടുന്നു മാത്രമല്ല, അത് പലതിനെയും ഓടിക്കുന്നുണ്ടാവും. അവസാനം ഇദ്ദേഹം വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് പറയും, ഈ വണ്ടി ആകെ ശബ്ദം ഉണ്ടാക്കണോ, ഉണ്ടാക്കേണ്ട സ്ഥലത്തൊട്ട് ഉണ്ടാവണമില്ല, ഹോണേ അവിടെയൊട്ട് ശബ്ദം ഉണ്ടാവണമില്ല, എന്നാൽ ഉണ്ടാവാൻ പാടില്ലാത്തടത്തൊക്കെ ശബ്ദം ഉണ്ടാവണോ, ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന. ഇതേപോലെയാണ് നമ്മുടെ മനസ്സ്. അത് അറിയില്ല. വിഷമങ്ങളും ദുഃഖങ്ങളും പരാതികളും പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ അകറ്റുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. ഒരു ദിവസം ഒന്നിനും കൊള്ളാതെ ഒരവസ്ഥയിലെത്തുമ്പോഴേ ജീവിതത്തിൽ പലരും തിരിച്ചറിയുള്ളൂ. അന്ന് അവർ കരഞ്ഞുകൊണ്ട് പറയും, എന്തേ ദൈവം ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിച്ചത്? വാസ്തവത്തിൽ ദൈവമാണോ ശിക്ഷിച്ചത്? സമൂഹം മോശമായതുകൊണ്ടാണോ? കുട്ടികൾ മോശമായതുകൊണ്ടാണോ? ആണോ അല്ലയോ? അവരറിഞ്ഞില്ല അവരുടെ മനസ്സിനെ അവർ എന്താ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇതിനെക്കുറിച്ചൊരു വിദ്യ വേണ്ടേ നമുക്ക്? വേണ്ടയോ? അതുകൊണ്ട് ഈ 3 രോഗങ്ങളുണ്ടല്ലോ. ഒന്നാമത്തത്, മറ്റൊരു മനസ്സിനെ നിങ്ങൾ താരതമ്യം ചെയ്യുന്നതിന് കാരണം, കമ്പാരിസൺ ചെയ്യുന്നതിന് കാരണം, യുവർ വെൽത്ത് ഈസ് ഓൾവേസ് ഔട്ട്സൈഡ്. അവിടെ നമ്മൾ പഠിപ്പിക്കണം, യുവർ വെൽത്ത് ഈസ് യുവർ ഓൺ മൈൻഡ്. ഇത് പഠിപ്പിക്കണം. നമ്മുടെ വെൽത്ത്, ഏറ്റവും വലിയ വെൽത്ത് നമ്മുടെ മനസ്സാണ്. പഠിപ്പിക്കേണ്ടതില്ലേ? വേണ്ടയോ? രണ്ടാമത്തത് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്, യു കനോട്ട് മേക്ക് യുവർ മൈൻഡ് ലൈക്ക് അതേഴ്സ് മൈൻഡ് ആൻഡ് യു കനോട്ട് മേക്ക് അതേഴ്സ് ലൈക്ക് യുവർ മൈൻഡ്. നമ്മളെപ്പോലെ വേറൊരാളെ ആക്കാൻ പറ്റില്ല. വേറൊരാളെ പറയൂ, നമ്മളെപ്പോലെ ആക്കാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ എന്തിനു നമ്മൾ വെറുതെ മറ്റൊരു മനസ്സുമായി മല്ലിട്ട് പോവാൻ നിൽക്കണം? മനസ്സിലാവുണ്ടോ നിങ്ങൾ? ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറേ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലേക്ക് വരണം, ലൈഫിലേക്ക് വരണം. ഉദാഹരണത്തിന്, നിങ്ങളെ ഒരാൾ ക്രിറ്റിസൈസ് ചെയ്യണോ, നിങ്ങളെ കുറ്റം പറയണോ, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത അപവാദം പറയണോ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണോ, അവരെ കറക്റ്റ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എത്രത്തോളം നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ അനുവദിക്കുകയാണ് അവരെ കൊണ്ട് നിങ്ങളെ മാനസികമായി തളർത്താൻ. നേരെ മറിച്ച് നിങ്ങൾ നല്ലത് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അത് കൃഷ്ണൻ പറയും 4 തരത്തിലുള്ള സംസ്കാരം നമുക്ക് വേണമെന്ന്. എനിക്കിഷ്ടപ്പെട്ടൊരു ഭാഗമാണ് ഈ ഭാഗവത്തിൽ. ഇത് നമുക്ക് ഭാഗവതത്തിൽ വരുന്നൊരു ഭാഗമാണിത്. അവിടെ ഭഗവാൻ പറയും 4 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന്. അതായത് നമ്മളെ മാനസികമായി ഉയർത്തുന്നവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. മാനസികമായി ഉയർത്തുന്നവരെ
ഒരു ബഹുമാനം ഉണ്ടാവണം. അതേപോലെ രണ്ടാമത്, നാം മറ്റുള്ളവരെ ഉയർത്തണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് അല്പം ഒരു കാരുണ്യം വേണം. നമ്മുടെ ഋഷിമാരുണ്ടല്ലോ, ഈ സ്നേഹത്തിന് ഉപയോഗിക്കുന്ന വാക്ക് കാരുണ്യം എന്നാണ്. നിന്നെപ്പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കുക എന്നാണ് ബൈബിളിൽ പറയുന്നെങ്കിൽ, നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് നിന്റെ അയൽവാസിയെ സ്നേഹിക്കാനല്ല, നിന്റെ അയൽവാസിയെയും നീ മാനസികമായൊന്ന് ഉയർത്തു. അത് കുറേയും കൂടി ഹയറാണ്. മനസ്സിലാവുണ്ടോ? സ്നേഹിക്കുക എന്നുള്ളത് വെറും ഒരു സ്നേഹത്തിൽ നിൽക്കുന്നു. ഇതാണെങ്കിൽ മറ്റൊരാളെ ഉയർത്തുക എന്ന് പറയുമ്പോൾ അത് കുറേയും കൂടി ഒരു ആദരണീയമായിട്ടൊരു കാര്യമാണ്. ശരിയാണോ? നമ്മുടെ ഋഷീശ്വരന്മാർക്കൊക്കെ നമ്മളോടുള്ളത് കാരുണ്യമാണ്. കാരുണ്യം, നമ്മളെ ഉയർത്തണം എന്നുള്ളൊരു ചിന്ത. മൂന്നാമത്തതാണ്, ചിലവരോടൊക്കെ നമ്മളൊന്ന് എന്ത് ചെയ്യണം? ഉപേക്ഷ. ഉപേക്ഷ ചെയ്യുക പറഞ്ഞാൽ, മറ്റൊരാളെ നിങ്ങളെ വിമർശിക്കുന്ന സമയത്ത് ആ വിമർശനങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ അവരെന്തു പറഞ്ഞോട്ടെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിനെ അവഗണിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതൊന്നും ആവറേജ് മൈൻഡിന് പറ്റില്ല. അതിനെ അവഗണിക്കുക. എപ്പോഴും നമ്മളതാ പറയുക, അവരെന്നെക്കുറിച്ച് അത് പറയണു, ഇവളെന്നെക്കുറിച്ച് അത് പറയണു, മറ്റോള എന്നെക്കുറിച്ച് പറയണു, അവൾക്ക് എന്താ എന്നെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെക്കുറിച്ച് പറയണു, ഇവരിങ്ങനെക്കുറിച്ച്. ആരെന്ത് പറഞ്ഞോട്ടെ. ഞാൻ എപ്പോഴും ഇത് ഓർക്ക് വിവേകാനന്ദ സ്വാമികളുടെ ഒരു ഉദാഹരണമാണ്. അദ്ദേഹം പറയും, ഒരു ആന റോട്ടിലൂടെ പോകുന്ന സമയത്ത് ഓരോ വീടുകളിലുമുള്ള പട്ടികൾ റോട്ടിൽ എന്താ പറയുക, ഗേറ്റിൻ്റെ അടുത്ത് വന്ന് ആനയെ കാണുമ്പോൾ കുരയ്ക്കും. പട്ടിക്ക് ആനയെ കാണുമ്പോൾ കുരയ്ക്കുക എന്നുള്ള അതിൻ്റെ സ്വഭാവമാണ്. ഏതെങ്കിലും ആന ആ പട്ടിയെ നോക്കിക്കൊണ്ട് എന്താടാ നീ കുരയ്ക്കണത്, നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത് എന്ന് പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ നോക്കൂ, ഇനി ആനയെ ആരെങ്കിലും കൊണ്ടുപോകുമ്പോൾ റോട്ടിലൂടെ പട്ടികളിരുന്ന് ഇങ്ങനെ കുരയ്ക്കുന്നത് കാണാം. ആന എന്ത് ചെയ്യും? പാപ്പാനോട് പറയോ, ഒരു നിമിഷം അവിടെ നിൽക്കുന്നു, ഞാൻ ചോദിച്ചിട്ട് വരാം. ആന അല്പം പോലും അത് മൈൻഡ് ചെയ്യാതെ ആര് കുരയ്ക്കണപ്പാ, അതിൻ്റെ ഗമയിൽ അത് പോകുന്നത് ആണോ? പക്ഷേ നമ്മളടുത്ത് വരുമ്പോൾ നമ്മളെ നേരെ ആരെങ്കിലും കുരച്ചാൽ 10 കുരച്ചിട്ടേ വരുള്ളൂ. ഭാര്യയും ഭർത്താവും കൂടിയാണ് പോകുന്നതെങ്കിൽ ഭർത്താവ് പറയും, ഭാര്യ പറയും കൊട്ടുക്ക് പോകണം, കൊട്ടുക്ക് പോകണം. മനസ്സിലായി? ആ പട്ടിയേക്കാളും ഒന്നുകൂടെ താഴ്ന്ന് കുരയ്ക്കാൻ പറ്റുമെന്നാ നോക്കുക. നോക്കൂ നിങ്ങൾ, എവിടെയാണ് നമ്മൾ നന്നാവുന്നത്? ഈ രീതിയിൽ നമ്മൾ പോകുമ്പോൾ, അതല്ല ഇന്നത്തെ സമൂഹത്തിൽ അതാണ്, കുരച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം. കാരണം ചിലർ പറയും കുരച്ചിട്ടില്ലെങ്കിൽ ഈ മനുഷ്യൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കൂ, നിങ്ങൾക്ക് എത്രത്തോളം, ഞാൻ എൻ്റെ കാര്യത്തിൽ നോക്കിയിട്ടുണ്ട്, നിങ്ങളെ ഒരാൾ ഡിസ്റ്റേബ് ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഡിസ്റ്റേബ്ഡ് ആവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ ഒന്നുകൂടി മാനസികമായി തളരും, അവരൊന്നുകൂടി തളരും. നിങ്ങൾ മൈൻഡ് ചെയ്യില്ല എന്ന്. ആ സമയത്തൊക്കെയാണ് നമുക്ക് ചെവി കേൾക്കാത്ത അനുഭവം വേണ്ടത്. ഞാനൊരു വീട്ടിലൊരു ഭർത്താവിനെ കണ്ടിട്ടുണ്ട്, ഒരു അങ്കിള് 70 വയസ്സായി, നല്ല ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്താണ്. ഭാര്യ ചീത്ത പറയാൻ തുടങ്ങിയ അപ്പം അയാൾ ആ ഇയർഫോൺ എടുത്ത് താഴേക്കിടും, എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എല്ലാം നോർമലായി വീണ്ടും അത് ഫിറ്റ് ചെയ്യും, ഒരു കുഴപ്പമില്ല. അദ്ദേഹം പറയണപ്പോൾ ചെവി കേൾക്കാത്തത് ഇത്ര വലിയൊരു അനുഗ്രഹം. ആവശ്യമില്ലാത്തത് എന്തെങ്കിലും പറയണത് കേട്ട് കഴിഞ്ഞാൽ അത് ഊരിയിട്ടു. അതുകൊണ്ട് ഒരു മനുഷ്യനും അയാളെ ഡിസ്റ്റേബ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? ഇങ്ങനെയൊരു സംവിധാനം നീക്കൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ മനസ്സിലാവുണ്ടോ? ഈ തരത്തിലാണോ നമ്മൾ ചിന്തിക്കുന്നത്? പലരും അത് തന്നെ ചിന്തിച്ച് അപ്പോഴേക്കും ജോത്സ്യൻ്റെ അടുത്ത് എന്താ അവരങ്ങനെ എന്നെ കുറിച്ച് പറയുന്നു. എത്ര ആളുകളാ കാശ് ചിലവഴിക്കുന്നത് അതിന് വേണ്ടിയിട്ട്? ഇതെല്ലാം മനസ്സിൻ്റെ ദൗർബല്യമല്ലേ? ശരിയാണോ ഇത്? അതുകൊണ്ട് മനസ്സിലാക്കൂ, ആത്മീയത എന്ന് പറയുന്നത് മുഴുവൻ മനസ്സുമായിട്ടുള്ള കളിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കഴിവ് നേടാൻ പറ്റണം. ഉപേക്ഷ എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ്. വേണ്ടാത്തതിനെ
അത് വിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു മെൻ്റൽ പവർ, അതൊന്നും അത്ര എളുപ്പമല്ലത്. കാരണം നമ്മുടെ മനസ്സിന് പട്ടികളുടെ ഒരു സ്വഭാവമുണ്ട്. പട്ടികൾക്കൊരു പ്രത്യേകത ഉണ്ട്. അത് ഇലക്ട്രിക് പോസ്റ്റ് കണ്ടാൽ, മയിൽക്കുറ്റി കണ്ടാൽ എന്തു ചെയ്യും? അപ്പം അതിന് കാല് പൊക്കിയിട്ടില്ലെങ്കിൽ വലിയ വിഷമമാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ അത് പോയി മണത്ത് നോക്കുന്നത് ഉണ്ടോ? ആരെങ്കിലും പട്ടികളെ കൊണ്ട് നടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിങ്ങനെ മണത്തിട്ടാണ് പോകുന്നത്. ഇതേപോലെയാണ്, എന്തെങ്കിലും ഒരു വൃത്തികെട്ട സ്മെൽ അതിന് കിട്ടിയാൽ അത് അവിടെ നിന്നോളും. പിന്നെ അതിനെ പിടിച്ച് കിട്ടണമെങ്കിൽ വലിയ പാടാണ്. പണ്ട് മൂത്രം ഒഴിച്ചതിൻ്റെ സ്മെല്ല് അവർക്ക് പിടികിട്ടും അത്രേ. പട്ടികൾക്ക് അത്ര ശക്തിയുണ്ട് അവർക്ക്. അപ്പോൾ അതുപോലെയാണ് ചിലർക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവിടെ മണത്ത് പിടിച്ചു നിന്നു, പിന്നെ അത് മുന്നോട്ട് വരില്ല. ഇതിൽ നിന്നൊക്കെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കണം. അപ്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? വിട്ടു നിങ്ങളതൊക്കെ. ഏറ്റവും വലിയ വെൽത്ത് പുറത്തല്ല, ഏറ്റവും വലിയ വെൽത്ത് സമ്പത്ത് മനസ്സാണ്. രണ്ടാമത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ വേറൊരു മനസ്സ് പോലെ ആക്കാനും പറ്റില്ല, വേറൊരാളെ നിങ്ങളെപ്പോലെയും ആക്കാൻ സാധ്യമല്ല. നിങ്ങളിപ്പോൾ അതാണ് പരിശ്രമിക്കുന്നത്, മക്കളെയൊക്കെ നിങ്ങളെപ്പോലെ ആക്കാൻ പറ്റുമെന്ന്. മക്കളും അതന്നെയാണ് ശ്രമിക്കുന്നത്. ഈ ജന്മം സാധ്യമല്ല, മനസ്സിലായില്ലേ? അതാണ് നിങ്ങൾ എത്ര മക്കളോട് പറയണോ അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് മോളെ അങ്ങനെയാണ്. കുറേ കഴിഞ്ഞ് മിണ്ടാതിരിക്കും. ആദ്യമൊക്കെ അമ്മയെന്ന് വിളിക്കും, പിന്നെ ഒരു തള്ളെ മിണ്ടാണ്ടിരിക്കുമെന്ന്. മനസ്സിലായില്ലേ? കുറേ കഴിഞ്ഞാൽ തള്ളയെന്നുള്ള വാക്ക് നിങ്ങൾ കേൾപ്പിച്ചേ ആട്ടങ്ങുള്ളൂ. നിങ്ങൾ അത് കേൾക്കുന്നത് വരെ കൊടുക്കും ഉപദേശം. ഞാൻ തമാശ പറയല്ല, ഇതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്ന കാര്യങ്ങളാണെന്ന് ഭൂരിപക്ഷം ആളുകളും അറിയുന്നില്ല. എന്താ ചെയ്യാൻ നോക്കൂ നിങ്ങൾ. അപ്പോൾ പിന്നെ സ്വാമി അവരൊന്നും ഉപദേശിക്കരുതെന്നാണ് പറയണത്. നിങ്ങൾ മാനസികമായി ഉയരും തോറും അവർക്കും മനസ്സിലാവും മാനസികമായി ഉയരണം. പലതും ഉണ്ടല്ലോ, പുസ്തകം നോക്കി പറഞ്ഞ് പഠിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ നോക്കും നിങ്ങളെയൊക്കെ. അപ്പോൾ അവർ നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ 24 മണിക്കൂറും കേ എന്ന് പറയുന്ന ടൈപ്പാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് എന്ത് വിലയുണ്ട്? നേരെ മറിച്ച് നിങ്ങളിതൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു റെസ്പെക്റ്റ് വരും. മനസ്സിലാവുണ്ടോ? ആ റെസ്പെക്റ്റാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു സമൂഹത്തിലുള്ള ഒരു വാക്ക് ഈ വിദ്യാഭ്യാസ ആളുകൾ പഠിപ്പിച്ചില്ല. അവരൊക്കെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കൂ എന്നുള്ളൊരു വാക്കാണ്. അതൊക്കെ ഈ ക്രിസ്ത്യൻ അതിന്ന് വന്നതാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട വാക്ക് സ്നേഹിക്കാനായിരുന്നില്ല, റെസ്പെക്റ്റ് ചെയ്യൂ എന്നുള്ളതായിരിക്കണം. ബഹുമാനിക്കൂ, മാതൃദേവോഭവ പിതൃദേവോഭവ, അവരെ ആദരവോടുകൂടി കാണുമെന്നാണ്. ആണോ? അച്ഛനെ സ്നേഹിക്കൂ അമ്മയെ സ്നേഹിക്കൂ എന്നല്ല പറയണത്. ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്നിപ്പോൾ അച്ഛനെ സ്നേഹിക്കൂ അമ്മയെ സ്നേഹിക്കൂ എന്നൊക്കെയാണ് സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ഋഷിമാർ പറയണത് അച്ഛൻ അമ്മ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യൂ എന്നാണ്. അപ്പോൾ ആ റെസ്പെക്റ്റ് ഉണ്ടാവണമെങ്കിൽ, അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളിൽ റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള ചില ജീവിതങ്ങൾ ഉണ്ടാവണം. ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് പരിശീലിക്കണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ 3 രോഗങ്ങൾ. ഒന്ന്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സമ്പത്ത് പുറത്താണെന്ന് തെറ്റിദ്ധരിച്ച് ആ രീതിയിലുള്ള തെറ്റിദ്ധാരണ. രണ്ടാമത്തത്, മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ ആക്കാനോ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആവാനോ ശ്രമിച്ച് അതിൽ പരാജയപ്പെടുന്ന സമയത്ത് കംപ്ലൈൻറ്റുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ്. മൂന്നാമത്, എപ്പോഴും മറ്റുള്ളവരെ അവരുടെ കാര്യങ്ങൾ വിമർശിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ മാനസികമായി ഉയരുന്നതിന് പകരം താഴോട്ട് പോകും. അതുകൊണ്ട് അതിന് മനസ്സിനെ അനുവദിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ മനസ്സിനെ നിരന്തരം ധ്യാനത്തിലൂടെ ആരിലേക്ക് അടുപ്പിക്കണം? പരമാത്മാവിലേക്ക്. അങ്ങനെ നാം അടുപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു മനസ്സ് എങ്ങനെ അധപ്പതിക്കും എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന കഥയാണ് ദക്ഷയാഗം എന്നുള്ള കഥ. അങ്ങനെ നിങ്ങൾ ആ കഥയെ കാണണം. കഥ ഇതാണ്. ദക്ഷൻ എന്ന് പറയുന്ന ബ്രഹ്മപുത്രൻ അദ്ദേഹത്തിൻ്റെ 16ാമത്തെ മകൾ സതീദേവിയെ കല്യാണം കഴിച്ചു കൊടുത്തത് പരമശിവനാണ്. കഥയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ കേട്ട കഥകളാണിതൊക്കെ. ഒരിക്കൽ അംഗരസ് മഹർഷിമാർ നടത്തുന്ന യാഗത്തിൽ യാഗസ്ഥാനത്ത് ത്രിമൂർത്തികൾ ഇരിക്കുന്നു അത്രേ. ദക്ഷൻ സഭയിലേക്ക് കയറി വരുന്ന സമയത്ത്
എല്ലാവരും എണീറ്റപ്പോൾ ആരെണീറ്റില്ല? കഥ നിങ്ങൾക്കറിയാം. ശിവൻ എണീറ്റില്ല. കോപിഷ്ഠനായ ദക്ഷൻ എല്ലാവരുടെ മുന്നിലും വെച്ച് ശിവനെ നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു, ആണോ, വിമർശിക്കുന്നു. ഇതെല്ലാം ചെയ്തപ്പോൾ, ആ കോപം കൊണ്ട് ശപിച്ചപ്പോൾ ദക്ഷനും തിരികെ ശാപം കിട്ടി. ദക്ഷൻ കോപിഷ്ഠനായി ഇറങ്ങിപ്പോകുന്നു. കുറേ കാലത്തിന് ശേഷം ദക്ഷൻ സ്വന്തം ചെലവിൽ യാഗം നടത്തുന്നു. ശിവനെ കൽപ്പിച്ചുകൂട്ടി ക്ഷണിക്കാതിരിക്കുന്നു. എന്നാൽ സംഭവിക്കുന്നു, സതീദേവി അവിടെ എത്തുന്നത്. സതീദേവിയെ പരിഗണിക്കാതെ വന്നപ്പോൾ, അവഗണിച്ചപ്പോൾ സതീദേവി സ്വന്തം ശരീരം ഉപേക്ഷിക്കുന്നു. അതോടുകൂടി ഭൂതഗണങ്ങൾ വരുന്നു. പിന്നീട് പരമശിവന്റെ ജടയിൽ നിന്നും പ്രത്യക്ഷനായ വീരഭദ്രൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ വന്ന് ദക്ഷന്റെ ശിരസ്സെടുത്ത് മാറ്റി ആ സ്ഥാനത്തൊരു ആടിൻ്റെ തല വയ്ക്കുന്നു എന്നൊക്കെയാണല്ലോ കഥ. ഈ ഒരു കഥ നിങ്ങൾ കേൾക്കുമ്പോൾ ഈ കഥയ്ക്കാവരുത് പ്രാധാന്യം. ഇവിടെ നമുക്ക് ചില സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കണം, ജീവിത സത്യങ്ങൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ, ദക്ഷൻ സഭയിലേക്ക് കയറി വരുന്ന സമയത്ത് ശിവനെ റെസ്പെക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ അനർത്ഥങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകുമോ? അപ്പോൾ ദക്ഷൻ എന്താ തെറ്റിദ്ധരിച്ചാൽ, തന്നെ എല്ലാവരും അങ്ങോട്ട് എണീറ്റ് നിൽക്കുമ്പോൾ, എല്ലാവരും തന്നെ ബഹുമാനിക്കുമ്പോൾ താൻ വലിയൊരു ആളായിത്തീരും. അപ്പം ദക്ഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ദക്ഷൻ കാണുന്നത് ദക്ഷൻ്റെ സ്ഥാനമോ ദക്ഷൻ്റെ മഹിമയോ ആണ്. ദക്ഷൻ സ്വന്തം മനസ്സിനെയല്ല, എന്നില്ലേ കൂടെ, ദക്ഷൻ സ്വന്തം മനസ്സിനെയല്ല എന്തായി കണ്ടത്? എന്തായി കണ്ടത്? വലിയ സമ്പത്തായി കണ്ടത്. സ്വന്തം മനസ്സിനെയാണ് വലിയ സമ്പത്തായി കണ്ടതെങ്കിൽ ദക്ഷൻ ഒരിക്കലും ഈ ഒരു വിഡിത്തം കാണിക്കില്ലായിരുന്നു. മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്താലും റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത്, എൻ്റെ സമ്പത്ത് എൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്? മനസ്സിലാവുണ്ടോ നീക്ക്? ആ രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം, കാഴ്ചപ്പാട് ആർക്കുണ്ടായില്ല? ദക്ഷനുണ്ടായില്ല. ശരി, അങ്ങനെ ധരിച്ചു. എല്ലാവരും എണീറ്റ് നിന്നാൽ താൻ കേമനാകുമെന്ന് കരുതി. എന്നാൽ വിചാരിച്ച പോലെ കാര്യം നടന്നില്ല. പ്രതീക്ഷിച്ച് വിരുദ്ധമായി സംഭവിച്ചതും നോക്കൂ. ഉടനെ അടുത്തതെന്താ വരുന്നത്? ശിവനെ പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു. ശിവനെ ക്രിട്ടിസൈസ് ചെയ്തു. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റാണത്. ഉടനെ നമുക്ക് കുറ്റം പറയാനുള്ള പ്രവണതകൾ വരും, പരിഹസിക്കാനുള്ള പ്രവണതകൾ വരും. ശിവനെ പരിഹസിച്ചു. അവസാനം എന്തുണ്ടായി? സ്വന്തം ശിരസ് ഒരു മനുഷ്യൻ്റെ ശിരസിൽ നിന്നും മൃഗത്തിൻ്റെ ശിരസിലേക്ക് വന്നപ്പോൾ കരയാൻ തുടങ്ങി. അവസാനം പരാതി പറയാൻ തുടങ്ങി. മനസ്സിലാവുണ്ടോ? എല്ലാവരും കൈവിട്ടു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 3 രോഗങ്ങൾ. ഒന്ന്, പുറമേയുള്ള എന്തോ ആണ് സമ്പത്തെന്ന് കരുതി കമ്പാരിസൺ ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക. മൂന്നാമത്തത് കംപ്ലെയിൻ ചെയ്യുക, പരാതികൾ പറഞ്ഞിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കുന്നു എങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റി മാനസികമായി ഉയരുന്നതിന് പകരം മാനസികമായി താഴ്ന്നു പോകും. ഇതൊക്കെ നടക്കുന്നുണ്ടോ ഇന്ന്? ഉള്ളതാണോ ഞാൻ പറയുന്നത്? ഒരു IAS കല്യാണം കഴിച്ചു. അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു വലിയൊരു സമ്പന്ന വീട്ടിൽ നിന്നാണ്. അപ്പം ആ കുട്ടി പഠിച്ചിട്ടില്ല, പെൺകുട്ടി പണം കണ്ട് പേടിച്ച് കല്യാണം കഴിച്ച. അതുകൊണ്ട് തന്നെ ഈ IAS കോംപ്ലക്സ്. ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, മേലാൽ എന്നെ ചേട്ടാ ഏട്ടാ പേട്ടാ എന്നൊന്നും വിളിക്കരുത്, എന്നെ സാർന്ന് വിളിച്ചോളണമെന്ന്. സ്വന്തം ഭർത്താവിനി സാർന്ന് വിളിച്ചോളണം. അതുപോലെ ഒരു കാര്യം എന്നോട് നേരിട്ട് ചോദിക്കരുതൊക്കെ എൻ്റെ സെക്രട്ടറിയോട് ചോദിച്ചോണം. ഉപ്പ് വേണോ? സെക്രട്ടറിയോട് ചോദിക്കണം. അപ്പോൾ ഒരു കാര്യവും ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് എന്ത് ചോദിച്ചാലും പറയും സെക്രട്ടറിയോട് ചോദിക്കണം. സാരി മേടിക്കുമ്പോൾ സെക്രട്ടറിയോട് ചോദിക്കണം. അമ്പലത്തിൽ പോകാൻ ഒരു 10 രൂപ സെക്രട്ടറിയോട് ചോദിക്കണം. ഭാര്യ അന്ന് പ്രതിജ്ഞ ചെയ്തു, ഞാൻ പാലക്കാട്ടുകാരിയാണെങ്കിൽ ഇതിനൊരു പാഠം പഠിപ്പിച്ച് അടങ്ങുള്ളൂ. എന്തായാലും നിങ്ങൾ IAS 10-55 വയസ്സ് വരെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ വെറും പാലക്കാട്ടുകാരനായിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. അന്ന് ഞാൻ ശരിയാക്കി തരാം.
അതുവരെ ഭാര്യ ഒരു പരാതിയും പറയാതെ ഉപേക്ഷ ഇതൊക്കെ അവഗണിച്ച് ജീവിച്ചു. റിട്ടയർ ചെയ്തു, ഒരു കോളനിയിൽ താമസം തുടങ്ങി. അന്ന് മുതൽ ഭാര്യ കൊടുക്കും പണിഷ്മെന്റ്. അന്ന് സെക്രട്ടറി ഇല്ലല്ലോ, ഉപ്പ് വാങ്ങിച്ചുകൊണ്ടൊരു ഉപ്പ് വാങ്ങിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും നിങ്ങളോടല്ലേ കറിവേപ്പില വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞത്. ഒരു വിവരമില്ലെങ്കിൽ പിന്നെ അത് പറയുന്ന എഴുതി കൊണ്ടുപോകും. നീ പറഞ്ഞില്ലല്ലോ, ഞാൻ നിങ്ങളോട് 3 വട്ടം പറഞ്ഞതല്ലേ പോയി കറിവേപ്പിലേക്ക്. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടെ വാങ്ങിച്ചുകൊണ്ടിരുന്നില്ലേ. ഒരു ബോധമില്ലാത്ത ജന്തു. നിങ്ങൾ എന്താ IAS-കാരൻ? പച്ചമുളകായിട്ട് ഇങ്ങോട്ട് മനുഷ്യ ഇഞ്ചിയും കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്നതല്ലേ, പോയി വാങ്ങിച്ചുകൊണ്ടിരൂ. ഒരു 24 പ്രാവശ്യം ഓടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അയാൾ ശരിക്കും മനസ്സിലായി, പഴയ പ്രതികാരം മുഴുവൻ കാണിക്കും. അങ്ങനെ ഇരിക്കെ കോളനിയിൽ ഒരു യാചകൻ വന്നു. അപ്പോൾ ഈ സ്ത്രീയാണെങ്കിൽ പാലക്കാട്ടുകാരി ആയതുകൊണ്ട് ധാരാളം ഭക്ഷണം കൊടുക്കുന്നതിന് മടിയില്ലാത്ത ആളാണ്. ഒന്നുമില്ലെങ്കിലും തലേ ദിവസത്തെ ചോറ് അതിനെ പരിപ്പുവടയാക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. മനസ്സിലായില്ലേ? പാലക്കാട്ടിന് മാത്രമുള്ളൊരു അനുഗ്രഹമാണ്. രാവിലെ ഇഡ്ഡലി ബാക്കി വന്നോ, നോ പ്രോബ്ലം, അത് വൈകുന്നേരം ഉപ്പുമാവായിട്ട് വരും. ഇനി അതും ബാക്കി വന്നോ പ്രശ്നമില്ല, പിറ്റേ ദിവസം ഉഴുന്നുവടയായിട്ട് വരും. അതും ബാക്കി വന്നോ പ്രശ്നമില്ല, അടുത്ത ദിവസം കൊണ്ടാട്ട രൂപത്തിൽ വരും. ഏതെങ്കിലും രൂപത്തിൽ അതിനാക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അത് പാലക്കാട്ടുകാർക്ക് മാത്രമുള്ള. അപ്പോൾ ഈ യാചകന് നല്ല 2-3 ഇഡ്ഡലിയൊക്കെ കൊടുത്തു, ഇത്തിരി ചട്നിയൊക്കെ കൊടുത്തു. ആ യാചകൻ അത് വാങ്ങിച്ച് കഴിച്ചതും എല്ലാവരും കേൾക്ക പറയാണ്, ഇത്ര വൃത്തികെട്ട മനസ്സാണോ നിങ്ങൾക്ക്? ഞാനൊരു യാചകനാണെന്ന് വെച്ചിട്ട് 3 ദിവസം പഴക്കമുള്ള ഇഡ്ഡലിയാണോ തരിക? ഇതാകെ പുളിച്ച് നാറുന്നു ഈ സാധനം. ഇങ്ങനെയാണോ മനുഷ്യത്വം എന്ന് പറയുന്നത്? ഇതൊക്കെ കേട്ടപ്പോഴേ അടുത്ത വീട്ടിലെ ആളുകളൊക്കെ വന്ന്, ഇദ്ദേഹം പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക, ചാരുകസയിൽ ഇരുന്നിട്ട് ഈ IAS-കാരൻ പറഞ്ഞു, നോക്കൂ നിങ്ങളുടെ ഭാര്യയല്ലേ ഇങ്ങനെ ചീത്ത പറയണത് എല്ലാവരും മുന്നിലും വെച്ച്. പാവ ആ സ്ത്രീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അവനോടൊന്ന് നിർത്താൻ പറയൂ നിങ്ങൾ. സ്വന്തം ഭാര്യയെ ചീത്ത പറയാനായിട്ടുള്ള ഒരു കുലുക്കമില്ലാത്തൊരു IAS-കാരൻ. ഉടനെ അദ്ദേഹം അവരുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ഒന്ന് പതുക്കെ പറയാം, ഞാൻ 100 രൂപ കൊടുത്തിട്ട് പറയിപ്പിക്കുകയാണെന്ന്. ഭാര്യയെ ഒതുക്കാൻ വേണ്ടി അയാൾ തന്നെ കാശ് കൊടുത്തിരിക്കുകയാണ് യാചകനെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് മനസ്സ്. നിങ്ങൾ എത്രയൊക്കെ മറ്റൊരാളെ ഉപദ്രവിക്കുന്നോ ബുദ്ധിമുട്ടിക്കുന്നോ അത്ര അവർ നിങ്ങളെ അകറ്റി നിർത്തും. അതുകൊണ്ട് മനസ്സിനെ ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ ഒരു ദക്ഷൻ്റെ ഗതി നമുക്ക് വരും. നല്ലൊരു മനുഷ്യൻ്റെ തലയിൽ നിന്നും ആടിൻ്റെ തല എന്ന് പറഞ്ഞാൽ ആടിൻ്റെ പ്രത്യേകം എപ്പോഴും മേ എന്ന് പറയുന്ന സാധനമാണല്ലോ. ഇതേപോലെ എപ്പോഴും നിങ്ങൾ മേ എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങളെ മാ എന്ന് പറയും. ഇങ്ങോട്ട് അടുക്കണ്ട, സംസ്കൃതത്തിൽ അടുക്കണ്ട എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ അതായത് ഒരു വ്യക്തിത്വം ഈ ലോകത്തിൽ നോക്കൂ. നിങ്ങൾ ആരും മോശക്കാരല്ല. എന്നാൽ മോശക്കാരായി തീരുന്നത് അവരുടെ ചിന്താഗതികൾ ശരിയല്ലാതെ വരും. എന്നാൽ നമ്മുടെ ചിന്താഗതികളെ അങ്ങനെ ആക്കിയത് കാലമോ വിധിയോ ചുറ്റുപാടോ അല്ല. നിങ്ങളതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ അതിനെ മനസ്സിലാക്കാതെ ജീവിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കണേ, ഇത് 3 എഴുതി വെക്കണം നിങ്ങൾ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും അമൂല്യമായ സമ്പത്ത് മനസ്സാണ്. ഏറ്റവും കൂടുതൽ പരിപൂർണ സ്വാതന്ത്ര്യവും തന്നിരിക്കുന്നത് മനസ്സിലാണ്, വേറെ ഒന്നിലും തന്നിട്ടില്ല. അതുപോലെ തന്നെ ആ മനസ്സിന് നിങ്ങളെ ഉയർത്താനും സാധിക്കും, നിങ്ങളെ താഴ്ത്താനും സാധിക്കും. ഇത് നിങ്ങൾ തീരുമാനിക്കണം, ഉയരണമോ താഴണോ. ശരിയല്ലേ ഈ പറയുന്നത്? അപ്പം അതിലെ ചിന്താഗതികളെ നമ്മൾ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ ഒരിക്കലും നമ്മളൊരു ആരായിത്തീരില്ല, ദക്ഷനായിത്തീരില്ല. ഈ ദക്ഷൻ എന്നുള്ള ശബ്ദത്തിന് അർത്ഥം, ഇവിടെ അർത്ഥം ദക്ഷത്വം എന്ന് പറഞ്ഞാൽ നേതൃത്വം കൊടുക്കാനുള്ള കഴിവ് എന്നൊക്കെയാണ്. ദക്ഷൻ നേതൃത്വം കൊടുക്കാനുള്ള കഴിവ്. അപ്പം ഇവിടുത്തെ ദക്ഷൻ എന്നുള്ള ശബ്ദത്തിന് അർത്ഥം നമ്മൾ ധരിക്കേണ്ടത്, ഇവിടെ ദക്ഷൻ എന്ന് പറയുന്നത് ഭൗതികമായൊരു സമ്പത്താണ്, വലിയ സമ്പത്തെന്ന് കരുതി ആ സമ്പത്ത് അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനമായിരിക്കാം, പണമായിരിക്കാം, പലതുമായിരിക്കാം.
ഒരു മിനിസ്റ്ററെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും വലിയ സമ്പത്ത് അയാൾ കാണുന്നത് അയാളുടെ പറയൂ സ്ഥാനമാണ്. ഒരു വലിയ കോടീശ്വരനെ സംബന്ധിച്ച് അയാളെ ഏറ്റവും വലിയ സമ്പത്ത് പണമാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഇപ്പോൾ വലിയ വിദ്യാഭ്യാസമുള്ള ഒരാൾ, ഒരുപാട് PhD ഒക്കെ എടുത്ത ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തിക്കഴിഞ്ഞാൽ അയാളുടെ വിചാരം ഞാൻ എന്നെ പോലെ സർവകലാശാല ലോകത്തിലില്ല, ഞാൻ ഒഴിഞ്ഞുണ്ടോ ഒരു ലോകത്തിലൊരു രാമൻ്റെ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഏറ്റവും വലിയ സമ്പത്ത് അയാൾ അറിവിനെ കാണാം, അയാളുടെ പഠിച്ചിരിക്കുന്ന വിഷയം. ഇങ്ങനെയൊക്കെ മറ്റു പലതിനെയും സമ്പത്തായി കണ്ട് തന്നെ മറ്റുള്ളവർ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നവരെയാണ് എന്ന് പറയുന്നത് ദക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളതാണ്, എല്ലാവരുടെ ഉള്ളിലും ഉണ്ടത്. ഇതിനെ പറയാ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയും. ചെറിയ കുട്ടികളിൽ പോലും ഉണ്ടല്ലോ, നമ്മളതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിഥികളെ ശ്രദ്ധിച്ചാൽ കുട്ടി എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിക്കും. കാരണം അതിനും വേണം ഒരു അറ്റൻഷൻ, ശ്രദ്ധ. അപ്പം മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനായി എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ ദക്ഷത്വമാണ്, ഫൂളിഷ് ഇമാജിനേഷനാണ്. അവരെവിടെ എത്തും? അവസാനം ഉയരുന്നതിന് പകരം മാനസികമായി താഴ്ന്നു. അപ്പം ഇവിടെ ഭാഗവതത്തിൽ ചില സത്യങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്. ഈ ഭാഗം വളരെ രസകരമാണ്. 4-ാം സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 50, 51, 52, 53, 54 ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊരു മനോഹരമായി അവതരിപ്പിക്കുകയാണ് ഈ ഒരു സത്യം. ഇതൊക്കെ സത്യത്തിൽ സമൂഹത്തിൽ നല്ലവണ്ണം ഒരു പ്രചരിപ്പിക്കേണ്ട സന്ദേശങ്ങളാണ്. പറയാണ്, അഹം ബ്രഹ്മാശ്ച സർവശ്ച ജഗതഃകാരണം പരം ആത്മേശ്വരോപദൃഷ്ട സ്വയം ദൃക് അവിശേഷണ തസ്മിൻ ബ്രഹ്മണി അദ്വിതീയേ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രോ ച ഭൂതാനി ഭേദേന അജ്ഞോനുപശ്യതി യഥാ പുമന്ന സ്വാങ്കേഷു ശിരപ്പാണ്യാദിഷു കുജൽ പാരക്യബുദ്ധിം കുരുതേ തഥാ ഭൂതേഷു മത്പര ത്രയാണാമേകഭാവാനാം യോന പശ്യതി വൈവിധാം സർവഭൂതാത്മനാം ബ്രഹ്മൻ. എന്താണ്? സശാന്തിം അധിഗച്ഛതി. ഈ കാഴ്ചപ്പാട്, അതായത് ബ്രഹ്മരുദ്ര ഈ ത്രിമൂർത്തികളെ ജനറലായിട്ട് പറയുകയാണ്. ഇതൊക്കെ ആരാണോ വേറെ 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 വേറെയായി കാണുന്നത്, ത്രയാണാം, ത്രയം എന്ന് പറഞ്ഞാൽ 3, ഇതൊക്കെ വേറെ വേറെയായി കാണുന്നത് ആ വ്യക്തി സത്യം മനസ്സിലാക്കാത്ത വ്യക്തിയാണ്. അവൻ അദ്വിതീയമായതിനെ മനസ്സിലാക്കാത്ത വ്യക്തിയാണ്. ഈ വൈവിധ്യങ്ങളൊക്കെ ബാഹ്യമായ തലത്തിൽ മാത്രമേ ഉള്ളൂ. ഈ പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ. നമ്മുടെ മനസ്സിനുണ്ടല്ലോ ഏറ്റവും വലിയൊരു കഴിവാണ് സ്ഥൂലതയെയും കാണാൻ അതിന് സാധിക്കും, സൂക്ഷ്മതയും. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. മുഴുവൻ സൂക്ഷ്മത ദർശിക്കലാണ്. നിങ്ങൾ ആ സ്ഥൂലത ദർശിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ശിവനും അയ്യപ്പനും ലക്ഷ്മിയും പാർവതിയും എല്ലാം പറയൂ വേറെ വേറെയായി കാണുന്നത്. തീർച്ചയായിട്ടും ബാഹ്യമായിട്ട് വൈവിധ്യമുണ്ടായേ പറ്റുള്ളൂ. എന്നാൽ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഈ വൈവിധ്യങ്ങളൊക്കെ കോർത്തിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെയൊക്കെ ശരീരം വേറെ വേറെയാണെങ്കിലും നമ്മളെ കോർത്തിരിക്കുന്ന ഭൂമി ഒരേ ഒരു ഭൂമിയാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു ഒരേ ഒരു വായുവാണ്. മനസ്സിലാവുണ്ടോ? എങ്കിൽ നമ്മുടെ മനസ്സ്, ബോധമുള്ള മനസ്സ്, ആ ബോധമുള്ള മനസ്സിൻ്റെ പിന്നിലുള്ള അനന്തബോധശക്തിയും ഒരേ ഒരു ശക്തിയാണെങ്കിൽ, സൂക്ഷ്മമായി നോക്കുമ്പോൾ എല്ലാം പറയൂ ഒന്നാണെങ്കിൽ, ഈ പറയുന്നത് ശ്രദ്ധിക്കണേ, സൂക്ഷ്മമായൊരു ദർശനം കൂടുന്തോറും, നമ്മൾ സ്ഥൂലമായി ദർശിക്കുമ്പോഴാണ് വേറെ വേറെ തോന്നും. സൂക്ഷ്മമായി ദർശിക്കുന്തോറും എല്ലാം ഒന്നാണെങ്കിൽ നാം മറ്റൊരു മനസ്സിൽ നമ്മുടെ സമയം ചെലവഴിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാം ഒന്നിലാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം ഒന്നിൽ നിലനിൽക്കുന്നുവെങ്കിൽ ആ ഒന്നിലേക്ക് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തുകയാണോ വേണ്ടത്, അതോ മറ്റൊരു മനസ്സിലേക്ക് നോക്കി സമയം കളയുകയാണോ വേണ്ടത്?
പറയൂ. സ്വന്തം മനസ്സിനെ ആ ഒരു സത്യത്തിലേക്ക് ഉയർത്തി. മനസ്സിലാവുണ്ടോ നിനക്ക്? ഈ ഒരു കാഴ്ചപ്പാട്, അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അത് നമുക്ക് എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് നല്ലൊരു ഉദാഹരണം പറഞ്ഞത്. എന്താണ്? സ്വന്തം കൈകളിലേക്ക് നോക്കൂ. എന്താ സ്വന്തം കൈകളിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്? ഓരോ വിരലുകളും ഒന്നിൽ നിന്നൊന്ന് വ്യത്യസ്തമാണെങ്കിലും ഇതെല്ലാം കോർത്തിരിക്കുന്ന കൈ ഒന്നാണ്. അപ്പൊ വൈവിധ്യവും ഏകത്വവും, നാനാത്വവും ഏകത്വവും, ഈ ഏകത്വം ദർശിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ധ്യാനം പരിശീലിക്കണം. അങ്ങനെ നിരന്തരമായൊരു ധ്യാന സംസ്കാരത്തിലൂടെ മാത്രമേ നമ്മുടെ മനസ്സിനെ പരമാത്മാവിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് ഈ വൈവിധ്യങ്ങളെയൊക്കെ മറികടക്കാനുള്ളൊരു കഴിവുണ്ടാവുകയുള്ളൂ. പലപ്പോഴും നമ്മളുണ്ടല്ലോ വൈവിധ്യത്തിൽ കുരുങ്ങിപ്പോകുന്നു. വൈവിധ്യത്തിൽ കുരുങ്ങുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവരിൽ നാം ഒട്ടിപ്പിടിച്ചു പോകുന്നു, നമ്മളെ വിമർശിക്കുന്നവരിലും നാം ഒട്ടിപ്പിടിച്ചു പോകുന്നു. അതൊന്നൊക്കെ ഇങ്ങോട്ട് പുറത്ത് കിടക്കാൻ പറ്റുന്നു. ഈ സ്നേഹിക്കുന്നവരും വെറുക്കുന്നവരും ഒക്കെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായേ പറ്റുള്ളൂ. ഇന്ന് സ്നേഹിക്കുന്നവരായിരിക്കും നാളെ വെറുക്കുന്നവർ. നാം ഇതിലൂടെയൊക്കെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ആരോടടുക്കണം? ഞാൻ പറഞ്ഞില്ലേ, ഒന്നിൽ നിന്ന് വിടണമെങ്കിൽ വേറൊന്നിലേക്ക് അടുക്കണം. അതാണ് നമുക്കില്ല, ധ്യാന സംസ്കാരമില്ല. അപ്പോൾ എവിടെ സ്നേഹം കിട്ടുമോ അവിടേക്ക് നമ്മൾ ചാഞ്ഞു പോവും. ചില മാവുകളൊക്കെ കണ്ടിട്ടില്ലേ, തെങ്ങുകളൊക്കെ കണ്ടിട്ടില്ലേ? എവിടെയാണോ സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്നത് അങ്ങോട്ട് തിരിയും. പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പറമ്പാണ്, അവരുടെ വീടിൻ്റെ മണ്ടയ്ക്കാവും പോകുന്നത്. ഇവനെ കമ്പിയിട്ട് ഇങ്ങോട്ട് വലിക്കും. എത്ര കാലം ആ ടെൻഷനിലിരിക്കണം ആ തെങ്ങ്? നോക്കൂ നിങ്ങൾ. ഇതുപോലെ പലരെയും കമ്പിയിട്ട് വലിക്കേണ്ട അവസ്ഥയിലായിരിക്കുന്നത്. ഈ ഒരു മനസ്സ് നാം ശ്രദ്ധിക്കാതെ ജീവിച്ചത് കൊണ്ടല്ലേ ഈ ആപത്തുകളൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്തോറും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ജീവിതത്തെ അനർത്ഥമാക്കുന്നത് ആരുമല്ല, അതിനെ അനർത്ഥമാക്കുന്നത് മുഴുവൻ ആരാണത്? നിങ്ങളുടെ മനസ്സ് തന്നെ. നിങ്ങൾ വേണ്ടാത്ത രീതിയിലൊക്കെ ജീവിച്ച് കുഴപ്പത്തിലാക്കിയിട്ട് ഇനി നേരെയാക്കണേ ഗുരുവായൂരപ്പ അവിടുന്നേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ പറയും ഇരുന്ന് കരഞ്ഞോളൂ, ആർക്കെന്ത് ചെയ്യാൻ പറ്റും? അതാണ് സത്യം. ഇത് മനസ്സിലാക്കൂ നിങ്ങൾ. ഇത് ഒരു രസകരമാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ മുഴുവൻ രസമാണ്. അതുകൊണ്ട് ത്രയാണാമേഘഭാവാനാം യോന പശ്യതി വൈഭിതാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സ ശാന്തിമതി ഗച്ഛതി. ഈ വൈവിധ്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോഴും എല്ലാം കോർത്തിരിക്കുന്നത് ഒരേ സത്യത്തിലാണെന്ന ബോധത്തിൽ നാം മനസ്സുറപ്പിച്ചുകൊണ്ട് കടന്നുപോയാൽ അവരവിടുന്ന് കുരയ്ക്കുകയെ അവിടുന്ന് കളിക്കുകയും എന്ത് വേണം ചെയ്തോട്ടെ, ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ പറയും അവസാനം അവനും എങ്ങോട്ടാ വരേണ്ടത്? നിങ്ങളെ ചീത്ത പറയുന്നവരും എങ്ങോട്ടാ വരേണ്ടത്? സ്വർഗത്തിലേക്കോ? ഒരു പ്രഭാഷണത്തിൽ ഒരാൾ വിളിച്ചു പറയുകയായിരുന്നു. ക്രിസ്ത്യൻ പ്രഭാഷണമാണ്, ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഈ തിരുവനന്തപുരത്തിനപ്പുറത്ത് വെഞ്ഞാറൻമൂട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുത്തെ ഭാഷ കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും മനസ്സിലാവില്ല, അവർക്കേ മനസ്സിലാവില്ല. ഇദ്ദേഹം അവിടുന്ന് വന്ന പ്രഭാഷകനാണ്. ഇദ്ദേഹം ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കും, ഒരു കുട്ടിക്കൊന്നും മനസ്സിലാവണില്ല. അതിൻ്റെ ഇടയ്ക്ക് അയാൾ പറയണത് സ്വരാഗത്തിൽ പോകണമെങ്കിൽ വാക്കത്തിയും വേണം ഏലിയാമയും വേണമെന്ന്. എന്താണ് അവരാക്കും മനസ്സിലായി? സ്വരാഗത്തിൽ പോകണമെങ്കിൽ വാക്കത്തിയും വേണം ഏലിയാമയും വേണമെന്ന്. ഏലിയാമയും കൊണ്ടിപ്പോൾ എവിടെയാണ് പോകേണ്ടത്? എല്ലാവരും നോക്കി. അപ്പോഴേക്കും ഏലിയാമ എന്ന് പറഞ്ഞൊരു സ്ത്രീയും ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും ഏലിയാമയോട് ചോദിച്ചു, നിന്നെയും കൊണ്ടിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? അവസാനം പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റിനോട് ചോദിച്ചു, എന്താ ഇദ്ദേഹം പറഞ്ഞത് എന്ന്. പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്വരാഗത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെന്ന്. ആ നാട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ, ചന്ദ്രൻ എന്ന് പറയില്ല, ചന്ദ്രൻ എന്നാ പറയാം. അവരത്ര പരത്തി പറയുന്നൊരു ടൈപ്പ് ആൾക്കാർ. അവിടുത്തെ ഭാഷ എങ്ങനെയാണ്? ഈ പാലക്കാടുള്ള പോലെ ഏട്ടാന്ന് പറയില്ല, ഏട്ടയെന്നേ വിളിക്കുള്ളൂ. സഞ്ജീന്ന് പറയില്ല, സെഞ്ചീന്നേ പറയില്ലോ അവർ. അതെന്താന്ന് വെച്ചാൽ അങ്ങനെയാണെന്ന്, മാനുഫാക്ചറിങ് മിസ്റ്റേക്ക്. മനസ്സിലായില്ലേ? ഇതേപോലെ ഇവിടെ
ഇത് ഈ ആള് സ്വരാഗം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഈ വാക്കത്തി എന്താവോ സ്വർഗത്തിലേക്ക് നിന്ന് നാളികേരം വേട്ടാനോ? വാക്കത്തിയല്ല, ഭക്തി, അതിനാണ് വാക്കത്തി. അപ്പൊ ഈ ഏലിയാമയോ, ഏലിയാമയല്ല, എളിമ ഇവിടെ എത്തിച്ചു കാര്യങ്ങൾ നോക്കും. അപ്പൊ സ്വർഗത്തിൽ പോണെങ്കിൽ ഭക്തിയും വേണം, എളിമയും വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. അത് പറഞ്ഞു കേൾക്കുമ്പോഴോ സ്വരാഗത്തി പോണെങ്കിൽ വാക്കത്തിയും വേണം, ഏലിയാമയും വേണമെന്ന് വല്ല ബന്ധവുമുണ്ടോ? ഇതാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ഈ ഒരു പരമസത്യം എനിക്ക് തോന്നുന്നു ഭാരതത്തിൻ്റെ ദർശനമുണ്ടല്ലോ, മനസ്സിന് വൈവിധ്യത്തെയും കാണിച്ചു തരാൻ പറ്റും, മനസ്സിന് ഏകത്വത്തെയും കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾ വെറും വൈവിധ്യത്തിലേക്ക് മാത്രം നോക്കിപ്പോയാൽ നിങ്ങൾക്ക് ശത്രുക്കളുമുണ്ട്, മിത്രങ്ങളുമുണ്ട്. നിങ്ങൾ വൈവിധ്യത്തിലേക്ക് മാത്രം നോക്കിപ്പോയാൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ അസ്വസ്ഥരായി ജീവിക്കാനുള്ള എല്ലാമുണ്ട്. അതിന് പകരം നിങ്ങൾ മനസ്സിനെ കൂർമോങ്കാനീവ്, ആരെപ്പോലെ ധ്യാനത്തിലൂടെ മനസ്സിനെ നിങ്ങൾ പരമാത്മാവിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും അവസാനം എത്തിച്ചേരേണ്ടത് ഒരേ പരമാത്മാവിൽ. എന്നാൽ പിന്നെ അത് പിടിച്ചു പോയാൽ പോരെ, എനിക്ക് എല്ലാവരും അതിലേക്കാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലേ? ആ ഒരു ഉയർന്ന കാഴ്ചപ്പാടിലൂടെ മാത്രമേ, വെറും കാഴ്ചപ്പാട് മാത്രമല്ല, ഉയർന്ന കാഴ്ചപ്പാടും അതിന് ഉറപ്പിക്കുന്ന ഒരു ജീവിത രീതിയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അനുഭവത്തിനും ഒരു വ്യക്തിക്കും നിങ്ങളെ മാനസികമായി തളർത്താൻ പറ്റാത്തൊരനുഭവമുള്ളൂ. ഞാൻ നോക്കുമ്പോണ്ടല്ലോ, ഈ സംസ്കാരം ഒന്ന് പഠിപ്പിച്ചാൽ ഈ ലോകത്തിൽ ഒരു വ്യക്തിയും ഇവിടെ മാനസികമായി തളരില്ല. ശരിയല്ലേ? ഇത് ഒരാളും തളരില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയുമോ മറ്റൊരു വ്യക്തിയാണ് തളർത്തുന്നതെന്ന്? പറയുമോ? നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾ പറയുമോ ഒരാൾക്ക് രാഹുദോഷമുണ്ട്, ചൊവ്വാദോഷമുണ്ട്? പറയുമോ? ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്ക്? അവരവർക്ക്. അതല്ലേ ഉദ്ധരേത് ആത്മനാത്മാനം. ശരിയാണോ ഞാൻ പറയുന്നത്? അത്ര രസകരമാണത്. ഇങ്ങനെ ഓരോ കഥകളും എടുത്ത് നോക്കുമ്പോഴുണ്ടല്ലോ, ഭാഗവതത്തിൽ ഓരോ കഥയ്ക്കും ഒരു ഗംഭീരമായൊരു മെസ്സേജ് നമുക്ക് തരാനുണ്ട്. ദക്ഷനെപ്പോലെ ജീവിക്കാതിരിക്കൂ. നമുക്കൊരു മനസ്സ് തന്നിരിക്കുന്നത് അത് താഴ്ന്നു പോവാനല്ല, അതിനെ ഉയർത്താനാണ്. കൃഷ്ണൻ ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ 11-ാം സ്കന്ധം അറ്റ്ലീസ്റ്റ് എഴുതി വയ്ക്കൂ നിങ്ങളതൊക്കെ. 20-ാമത്തെ അധ്യായത്തിൽ 17-ാമത് ശ്ലോകത്തിൽ ഉദ്ധവരോട് പറയും, നൃദേഹമദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വദേരിതം പുമാൻ ഭവാബ്ദിം നതരേ സാത്മാ. നൃദേഹമദ്യം, നമുക്ക് ഓരോരുത്തർക്കും ഒരു ചിന്തിക്കാൻ കഴിയുന്ന നൃദേഹം, മനുഷ്യദേഹം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു മനുഷ്യ മനസ്സ് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിവുള്ളൊരു മനസ്സ്. ഇനി എന്ത് വേണം? നിങ്ങൾ ഗുരുകർണധാരം, കുറച്ച് ഭാഗ്യം നിങ്ങളിലുണ്ടെങ്കിൽ ഒരു ദൈവത്തെ പോയി തൊഴൂ നല്ല കൃഷ്ണൻ പറയുന്നത്. ഗുരുകർണധാരം, എവിടെ പോകണം? ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോവൂ, മനസ്സിലാക്കൂ, നിങ്ങളെക്കുറിച്ച് പഠിക്കൂ. നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, ശക്തികൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നറിയാൻ നിങ്ങൾ പോവൂ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ സപ്താഹം കേൾക്കാൻ വരുന്നത് ഭാഗവത കഥകൾ കേൾക്കാനല്ല, എന്നിൽ എന്തെല്ലാം കഴിവുകളും, പറയൂ, എന്നിലെല്ലാം എന്തെല്ലാം കഴിവുകളും ശക്തികളും ഉറങ്ങിക്കിടക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വരും. നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നർത്ഥം. നിങ്ങളിലുള്ള കഴിവുകളെക്കുറിച്ച്, ശക്തികളെക്കുറിച്ചാണ് പറയുന്നത്. അതല്ലേ തളർന്നിരിക്കുന്ന പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞ് കേൾക്കുമ്പോൾ പരീക്ഷത്തിന് മനസ്സിലായി, എനിക്ക് എൻ്റെ മനസ്സിനെ പറയൂ ഉയർത്താനുള്ള കഴിവുണ്ടെന്ന്. അദ്ദേഹത്തിന് കഥ പറഞ്ഞ് എൻ്റർടൈൻ ചെയ്യായിരുന്നു. നിങ്ങൾ കുട്ടികളെ ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നോ? 7 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എൻ്റെ മനസ്സിനെ എനിക്ക് ഉയർത്താൻ സാധിച്ചു, എനിക്ക്
തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നബിബേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. എനിക്ക് തക്ഷകനെയോ മൃത്യുവിനെയോ അല്പം പോലും അഭാവസ്ഥയിലേക്ക് അദ്ദേഹം മാനസികമായി ഉയർന്നുവെങ്കിൽ സ്വന്തം മനസ്സിൻ്റെ കഴിവും ശക്തിയല്ലേ ഭാഗവത്തിലൂടെ അദ്ദേഹത്തിന് കാണിച്ചു. എന്തിനാ ഭാഗവതം കേൾക്കാൻ വരുന്നത്? അപ്പുറത്തിരിക്കുന്ന കല്യാണിയുടെ മനസ്സിൻ്റെ ശക്തിയും കഴിവും കാണാനാണോ? എന്തിനാ ഭാഗവതം കേൾക്കാൻ വരുന്നത്? സ്വന്തം മനസ്സിൻ്റെ കഴിവും ശക്തികളും എന്തെല്ലാം ആണെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി വരിക. അപ്പം അതിന് ഗുരുകർണധാരം. അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതാൽ അത് കിട്ടില്ല നമുക്ക്. കാരണം അമ്പലത്തിൽ പോയി കിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ ഒരു ദൈവവും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, ഒരു അമ്പലത്തിൽ തൊഴുന്നതിനേക്കാൾ സുഹൃതമാണ് സപ്താഹത്തിലേക്ക് പോകുന്നത്. നോക്കൂ, ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ അമ്പലത്തിനെതിരാണെന്ന്. കൃഷ്ണൻ പറഞ്ഞതിനെ നേരെ റിപ്പീറ്റ് ചെയ്യാണ്. ഭാഗവതത്തിൽ 10-ാം സ്കന്ധത്തിൽ 84-ാം അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം എടുത്തു നോക്കൂ. കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ചിലാമയ തേ പുനന്തി ഒരു കാലേന ദർശനാദേവ സാധവ. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ നോക്കൂ. ഞാൻ ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ ഭാഗവത്തിലെ വരികളാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ എൻ്റേതായിട്ട് എടുക്കുകയാണെന്ന്. വീണ്ടും നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഭാഗവതം ഇല്ലല്ലോ, ഭഗവത്ഗീത എടുത്തോളൂ, 7-ാമത്തെ അധ്യായം തുറക്കൂ, അതിൽ നല്ല നല്ല ശ്ലോകങ്ങൾ കാണിച്ചു തരാലോ. കൃഷ്ണൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം എടുത്ത് നോക്കൂ നിങ്ങൾ. ചതുർവിധ 14 16 ചതുർവിധ ഭജന്തേ മാം. ചൊല്ലൂ, ഇത് പഠിച്ചു വെക്കേണ്ട ശ്ലോകാണേ. ചതുർവിധ ഭജന്തേ മാം ജനാ സുകൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച പരദർശഭം തേഷാം ജ്ഞാനീ നിത്യയുക്തം ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം സജമമ അഹം സജമമ പ്രിയ അഹം. ഓക്കെ. ചതുർവിധ 4 വിധത്തിൽ ആളുകൾ മാം ഭജന്തേ, എന്നെ ഭജിക്കുന്നു. നോക്കണേ, 4 ടൈപ്പ് ആൾക്കാരാണ് അമ്പലത്തിൽ പോകുന്നത്. ആരൊക്കെയാ സ്വാമി 4 ടൈപ്പ് ആൾക്കാർ? ഒന്ന് പിശുക്കൻ, ഒന്ന് അറുപിശുക്കൻ. ഓരോ ടൈപ്പ് ആൾക്കാരെ നിങ്ങൾക്ക് അമ്പലത്തിൽ കാണും. ഞാൻ ഈ പ്രാവശ്യം ഗുരുവായൂരിൽ സപ്താഹത്തിന് പോയപ്പോൾ നമ്മുടെ ഒരു സ്റ്റാഫ് ദേവസ്വത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാമിജി ഒന്ന് വരണമെന്ന്. അവിടെ മുഴുവൻ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ക്യാമറ ഓപ്പറേറ്റിംഗ് റൂമിലിരിക്കുന്ന ഓപ്പറേറ്ററാണ്. എൻ്റെ ഈശ്വര, ഇത്ര നല്ല സീൻസ് വേറെ കാണാനില്ല. എന്താ ഓരോരുത്തരുടെയും ഓരോ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഗോഷ്ഠികൾ മുഴുവൻ അവർക്ക് കാണാം. മനസ്സിലായില്ലേ? ചിലരിങ്ങനെ നോക്കും, മാലയ്ക്ക് നോക്കിയിട്ട്, ചിലരതിൻ്റെ ഒരു മുടി ഒതുക്കും, ചിലരതിൻ്റെ സാരി ഒതുക്കും, ചിലരിങ്ങനെ മാന്തി. എന്താ രസം എന്നറിയും. ഒരു സീരിയലും കാണേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഇനിയൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഇവിടെ ഇരുന്നോളാം ഞാൻ. അത്ര രസം. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതുവരെ അങ്ങോട്ട് വായ വിളിച്ച് നോക്കി, വായ ഇങ്ങോട്ട് വെച്ച്, നാവി ഇങ്ങോട്ട് വെച്ച്, ആരെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ അത് നോക്കി എത്തി നോക്കി, ആ ഒരു ക്യൂ അങ്ങോട്ട് അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞൊരു ഭക്തി. അവിടെ നിങ്ങോട്ട് പുറത്ത് കടന്നാൽ അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ കൈ ഇവിടെ വയ്ക്കുന്നതിന് പകരം അവിടുന്ന് താഴ്ന്നു കൈ. ഇതൊക്കെ രസമായി കാണാൻ സാധിക്കും. ഇതിലും വലിയൊരു ദർശനം വേറെ ഇല്ല. ഓരോരുത്തരുടെയും ഗോഷ്ഠിത്തരങ്ങൾ മനസ്സിലായില്ലേ? ചതുർവിധ ഭജന്തേ മാം. ആരൊക്കെയാ ചതുർവിധം? 4 തരം ആളുകൾ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ആർത്തോ ജിജ്ഞാസുര അർത്ഥാർത്ഥി ജ്ഞാനി. നമുക്കതിനെ എങ്ങനെയാക്കാം? അതായത് കുട്ടിക്കാലത്തുള്ള ഭക്തി എന്ന് പറയുന്നത് അർത്ഥാർത്ഥ ഭക്തിയാണ്. അർത്ഥാർത്ഥം എന്ന് പറഞ്ഞാൽ കാര്യം നേടുന്ന ഭക്തി, ഇങ്ങോട്ട് കിട്ടട്ടെ എന്നുള്ള ഭക്തി. പരീക്ഷ പാസ്സാക്കി തരാൻ ഗണപതിക്കൊരു തേങ്ങ,
കല്യാണം നടന്നു കിട്ടാൻ ദേവിക്കൊരു പട്ട്, കുട്ടി പ്രസവിക്കാൻ വേണ്ടിയിട്ട് അതിനെന്താ കൃഷ്ണന് ഇത് വയ്ക്കില്ലേ, കദളിപ്പഴവും പട്ടുകോണവും ഒക്കെ കൂടി കൃഷ്ണന്. ഇനി കുടുംബകലഹം വന്നാലോ ചോറ്റാനിക്കരയിൽ പോയിട്ടൊരു വലിയ വെടി. കുടുംബ പ്രശ്നം വന്നാൽ അവസാനം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ശബരിമലയിൽ ആരോ അനൗൺസ് ചെയ്തത്, അടുത്ത കാലത്ത് അനൗൺസ് ചെയ്തതാണ്. സ്ഫോടനത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സ്ഫോടനത്തിലേക്ക് പോവാതിരിക്കാൻ മാളികപ്പുറത്തമ്മ ദേവിക്ക് വലിയ വെടി വഴിപാട്. ഇത് പറഞ്ഞാൽ ആരെങ്കിലും വെടി വഴിപാട് കഴിച്ചോടെ? ഈ ഒരു അനൗൺസ്മെൻ്റാണ് അത്രയും നടന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കുട്ടിക്കാലത്തുള്ള നമ്മുടെ ഭക്തി അർത്ഥാർത്ഥ ഭക്തി. അർത്ഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ വിചാരിച്ച കാര്യങ്ങൾ നേടുന്ന ഭക്തി. കുറച്ചുകൂടിയാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രായമായി കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ ജോലി കിട്ടിയതിന് ശേഷം പിന്നെയുള്ള ഭക്തി പറഞ്ഞാൽ ആർത്ത ഭക്തി. ആർത്തം എന്ന് പറഞ്ഞാൽ പരാതി പറയുന്നവരുടെ ഭക്തി. അത് ശരിയല്ല, ഇത് ശരിയല്ല, മറ്റത് ശരിയല്ല, കൃഷ്ണ ഗുരുവായൂരപ്പ നോക്കുന്നില്ല, അത് ഇത് എന്നാണ്. മുട്ട് ശരിയല്ല, തല ശരിയല്ല, ഈ വിഷമങ്ങൾ പറയുന്ന ഭക്തി ഉണ്ടോ ഇല്ലയോ? മൂന്നാമത്തെ ഭക്തിയാണ് ജിജ്ഞാസ ഭക്തി. അവരെന്താ ചെയ്യുക കൃഷ്ണ? അവര് സത്സംഗങ്ങളിലേക്ക് പോകും. അവരൊരു അമ്പലത്തിൽ പോയാലും അവർ വല്ല സത്സംഗങ്ങളും അവിടെ ഉണ്ടെങ്കിൽ അവിടെ കയറിയിരിക്കും. കാരണം അവര് ജിജ്ഞാസുക്കളാണ്. ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നതിന് കാരണം ഞാനും നിങ്ങളൊക്കെ ജിജ്ഞാസുക്കളാണ്, അല്ലേ? ആണോ അല്ലയോ? അപ്പം അങ്ങനെയുള്ള ഭക്തിയാണ് ജിജ്ഞാസ ഭക്തി. നാലാമത്തതാണ് ഇതെല്ലാം കേട്ട് പഠിച്ച് ധ്യാനം പരിശീലിച്ച് ഉണ്ടാകുന്ന ഭക്തിയുടെ പേരാണ് ജ്ഞാനഭക്തി. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പ് വന്നു എന്നർത്ഥം. എന്താണ് ഉറപ്പ്? ഇത്രയും കാലം ആരാധിച്ച, പൂജിച്ച്, പ്രാർത്ഥിച്ച്, പല വഴിപാടുകൾ ചെയ്ത ദൈവം ഒരു കല്ലിലല്ല ഇരിക്കുന്നത്. ആ ദൈവത്തിലാണ് നിങ്ങളുടെ മനസ്സും, ആ ദൈവത്തിലാണ് എല്ലാ മനസ്സും. ഏതുപോലെ? ഒരു മാലയിലെ നൂല് പോലെ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ആരോടടുത്തു? നിങ്ങൾക്ക് അർത്ഥാർത്ഥിയും വേണ്ട, ആർത്തിയുമില്ല, ഒന്നുമില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് ഒരു പരാതികളും പറയാനല്ല നിങ്ങളിരിക്കുന്നത്. നിങ്ങൾ അതിലൂടെയൊക്കെ മനോധൈര്യത്തോടുകൂടി കടന്നു പോകുന്നു. അതൊന്നും നിങ്ങൾ വകവെക്കുന്നില്ല. മനസ്സിലാവുണ്ടല്ലോ? ആ തരത്തിലൊരു മനസ്സ് നേടിക്കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു, തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യതേ പ്രിയോഹി ജ്ഞാനിനോത്യർത്ഥം അഹം സജ മമ പ്രിയ. അവന് എനിക്കും, അവൻ എന്നിൽ മനസ്സിനെ അർപ്പിച്ചിരിക്കുന്നു, ഞാൻ എപ്പോഴും അവൻ്റെ കൂടെയും ഉണ്ട്. ആരുടെ കൂടെ? ആരുടെ കൂടെ? ഭഗവാൻ പറഞ്ഞിട്ടില്ല ആർത്തൻ്റെ കൂടെയും അർത്ഥാർത്ഥിയുടെ കൂടെയൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം അതൊക്കെ ഒരു തുടക്കമല്ലേ? അതിൽ നിന്നൊക്കെ നമ്മൾ ഉയരേണ്ടതില്ലേ? നിങ്ങളൊക്കെ സുഹൃതികളാണ്. അതുകൊണ്ട് കാരണം നിങ്ങളിൽ ആ ജിജ്ഞാസ വന്നിരിക്കും. അതിനൊരു സുഹൃതം വേണം. ഭാഗവതത്തിൽ പറയും, ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ. നമ്മളുണ്ടല്ലോ, കുട്ടികളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ഒരു ആഴ്ച 4 ദിവസം ഒന്നും സ്കൂളിൽ പോയില്ലെങ്കിൽ ഒന്നും ഇടിഞ്ഞു പൊളിഞ്ഞു പോകാൻ പോകണില്ല. സത്യം പറഞ്ഞാൽ ആ പൊട്ടത്തരം പഠിക്കാനാണ് അവിടെ പോകുന്നത്. അത് മനസ്സിനെക്കുറിച്ച് ഒരു അറിവും അവർക്ക് കൊടുക്കുന്നില്ല. ഉള്ള ടെൻഷനൊക്കെ അധ്യാപകർ വലിച്ചു വാരി കൊടുത്ത്, ഞാൻ പറയുമ്പോണ്ടല്ലോ, ഇന്നത്തെ വിദ്യാഭ്യാസമാണ് വാസ്തവത്തിൽ സകല രോഗങ്ങളും സകല മാനസിക പ്രശ്നങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കിയത്. അതൊരു പക്ഷേ നിങ്ങൾ സമ്മതിക്കില്ല. കാരണം നിങ്ങൾ അറിയുന്നില്ല കുട്ടിക്ക് കുട്ടിക്കാലത്ത് കിട്ടുന്ന ഈ ടെൻഷനൊക്കെ ഒരു ഭാവിയിലൊരു ഹൃദയരോഗമായിട്ടും ഒരു മെൻ്റൽ രോഗമായിട്ടും ഒരു സ്ട്രോക്കായിട്ടും മാറുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ല. എത്ര കുട്ടികൾക്ക് ആ ടെൻഷൻ താങ്ങാൻ പറ്റും? ചിലർക്കത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുട്ടികളുടെ ഇടയിൽ ഇന്ന് ആത്മഹത്യകളും ഇതൊക്കെ. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം മനസ്സിന് താങ്ങാൻ പറ്റാത്ത ലോഡ്
ആ കുട്ടികളിൽ പറയൂ അടിച്ചേൽപ്പിക്കണം. മനസ്സിലാവുണ്ടോ? ശരിയാണോ ഈ പറയുന്നത്? അപ്പോൾ പിന്നെ കുട്ടികളെ വെറുതെ വിടുകയാണോ വേണ്ടത്? കുട്ടികളെ വെറുതെ വിടുകയല്ല വേണ്ടത്. കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ബേസിക്കലി നമ്മുടെ സ്ട്രക്ചറേ തെറ്റാണ്. ഒന്ന് കുട്ടിയുടെ മനസ്സിനെ സ്ട്രോങ് ആക്കണം, കോൺഫിഡൻസ് കൊടുക്കണം. അതായത് ഏത് കാര്യവും നേടിയെടുക്കാനുള്ള ആ കാര്യത്തിൽ എന്താ കുട്ടികൾക്ക് ചെയ്യുന്നത്? സ്വന്തം മനസ്സിനെ ഉയർത്താൻ വെറുതെ വാക്ക പറഞ്ഞാൽ പറയല്ലോ, ഒരു ധ്യാന സംസ്കാരം കുട്ടിക്കാലത്തെ കൊണ്ടുവരണം. ആ ധ്യാന സംസ്കാരം വരണമെങ്കിൽ കുറേ മന്ത്രങ്ങളൊക്കെ ചൊല്ലിച്ച് പരിശീലിപ്പിക്കണം. അപ്പോഴേ ആ പോസിറ്റീവ് എനർജി ആ കുട്ടിയിൽ വരുള്ളൂ. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു എഡ്യൂക്കേഷൻ വന്നത്. ആദ്യം തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് മന്ത്രങ്ങൾ ജപിപ്പിച്ച്, ഓങ്കാരം ജപിപ്പിച്ച്, പിന്നെ ധ്യാനം പരിശീലിപ്പിച്ച്, പിന്നെയാണ് അവരെ പഠനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ആദ്യം ഒരു കുട്ടിയിൽ വേണ്ടത് എന്ത് നേടിയെടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ആ കുട്ടിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റണം. രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഏത് കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ അത് കുട്ടിക്ക് സ്വയം പഠിച്ചെടുക്കാൻ പറ്റും. നോക്കൂ, നിങ്ങൾ പല കുട്ടികളുണ്ടല്ലോ, കമ്പ്യൂട്ടർ എത്ര വേഗത്തിലാണ് പഠിച്ചെടുക്കുന്നത്, മൊബൈൽ ഫോൺ എത്ര വേഗത്തിലാണ് പഠിച്ചെടുക്കുന്നത്. നിങ്ങളിൽ എത്ര പേര് ഇപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരുണ്ട്? ചില അമ്മമാർക്ക് ആകെ അറിയുന്നത് പച്ച ബട്ടൺ അമർത്താനും ചുവന്ന ബട്ടൺ അമർത്താനും. അതിനപ്പുറത്തൊരു ബട്ടൺ ഇല്ല അവർക്ക്. ഉണ്ടോ ഇല്ലയോ? എന്നാൽ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു നോക്കുക, അവരെന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലൂടെ കളിക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത സാധനങ്ങളാവും. എനിക്ക് പലപ്പോഴും അറിയാം, ഞാൻ പണ്ട് കാലത്തൊക്കെ എൻ്റെ മൊബൈലിലൊക്കെ എന്തെങ്കിലുമൊക്കെ ശരിയാക്കണേ ചെറുതിനെ ഏൽപ്പിച്ചാൽ മതി, അപ്പം ശരിയാക്കി തരല്ല, ഒരു കുഴപ്പമില്ല. ഒരുപക്ഷെ ടെക്നീഷ്യൻ്റെ അടുത്ത് കൊടുത്താൽ 10-100 രൂപ കൊടുക്കണം, ഇതപ്പം ശരിയാക്കി തരും, സ്വാമി ഇതാ ശരിയാക്കി. ചിലപ്പോൾ അത് മുഴുവൻ ശരിയാക്കി തരും അവർ, അത് വേറെ കാര്യം. എന്നാലും അവർക്കത് ശരിയാക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ്, ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ. മനസ്സിലാക്കേണ്ടത് നിങ്ങൾ. അപ്പോൾ ആ ഇൻട്രസ്റ്റിലല്ല പഠിപ്പിക്കുന്നത്, ഭീഷണിയിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ മനസ്സ് ശരിയാവുക? ടെൻഷൻ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്, സന്തോഷം കൊടുത്തിട്ടല്ല പഠിപ്പിക്കുന്നത്. മനസ്സിലാവുണ്ടോ? കാഴ്ചപ്പാടേ തെറ്റാണ് വിദ്യാഭ്യാസം. അതുകൊണ്ടോ കുട്ടിക്കാലത്തെ ടെൻഷൻ, നിങ്ങൾ വിചാരിക്കും ഈ ടെൻഷനൊന്നും പ്രശ്നമില്ല. ഈ മനസ്സിനൊരു പ്രത്യേകത ഉള്ളത്, ഓരോ ടെൻഷനും അവനിങ്ങനെ ഈ ഉറുമ്പിനെ പോലെ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നത് പോലെ അവൻ കുമിച്ചു കൂട്ടും. ഈ കുമിച്ചു കൂട്ടുന്നതാണ് ഒരു ദിവസം അങ്ങോട്ട് സ്ഫോടനമായിത്തീരുന്നത്. അപ്പോഴാണ് ഹാർട്ട് പോയി എന്ന് കേൾക്കുന്നത്, അപ്പോഴാണ് സ്ട്രോക്ക് വന്നു എന്ന് കേൾക്കുന്നത്. ഇതാണ് പല കുട്ടികളും ഭാവിയിൽ രോഗികളായി മാറുന്നത്. അതിന് വലിയൊരു ഉത്തരവാദിത്വം ഇന്നത്തെ വിദ്യാഭ്യാസം. എന്നാൽ ഈ വിദ്യാഭ്യാസത്തെ മാറ്റാൻ പറ്റുമോ? അവിടെയാണ് അച്ഛനമ്മമാർക്കൊരു കാര്യം ചെയ്യാനുള്ളത്, അവരെ മനസ്സിനെ പോസിറ്റീവാക്കാനുള്ള സത്സംഗങ്ങളിലേക്ക് അവരെ കൊണ്ടുവരേണ്ടത്. പക്ഷേ അച്ഛനമ്മമാർ ചെയ്യുന്നതോ, അമ്പലത്തിൽ കൊണ്ടുപോയി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയാണ്, പരീക്ഷ ലഘൂകരിക്കണം എന്ന്, പരീക്ഷ എളുപ്പമാക്കി കൊടുക്കണം എന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന അയാളാണെന്ന് പോലെയാണ് ഇപ്പോൾ. നോക്കൂ നിങ്ങൾ, ഈ തരത്തിലുള്ള ഫൂളിഷ് കാര്യങ്ങൾ കുട്ടികളെ ഒടയ്ക്കടാ നാളികേരെന്ന് ഗണപതിയുടെ മുന്നിൽ. അത് ഉടഞ്ഞില്ലെങ്കിൽ നീ കുരുത്തം കെട്ടവനെ നന്നാവാൻ പോകുന്നില്ല, അതിനെ ചീത്ത വിളിക്കുന്നു. ഈ രീതിയിലൊക്കെ അച്ഛനമ്മമാരുണ്ട്. 10ാം ക്ലാസ്സിലെ പരീക്ഷ നടക്കുക, ഇനിയിപ്പോൾ കാണാൻ നിൽക്കുക, മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് അച്ഛൻ രാത്രിയുണ്ട് ചരട് കൊണ്ടുവന്നിട്ട്, കെട്ടടാ ഇത് എന്ന്. കുട്ടി പറഞ്ഞു, അച്ഛ 9 എണ്ണം കെട്ടി, ഇനി ഇതും കൂടി കെട്ടിയാൽ ട്രൗസർ ഇടാൻ പറ്റില്ല എന്ന്. ഓരോ സബ്ജക്റ്റിനും ഓരോ ജോത്സ്യൻ്റെ അടുത്ത് പോയി കെട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ തരത്തിലുള്ള അച്ഛനന്മാരെ കിട്ടിയാൽ എന്തോ ജന്മാന്തര പാപം എന്നല്ലേ പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയും, ഒരു അമ്പലത്തിൽ തൊഴുന്നതിനേക്കാൾ സുഹൃതമാണ് ഒരു സത്സംഗത്തിന്, സപ്താഹത്തിനൊക്കെ പോകും. നിങ്ങൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമോ? മനസ്സിലായില്ലേ? ഇതൊരു വലിയ സയൻസാണ്, മനസ്സിൻ്റെ ശാസ്ത്രമാണ് ഈ പറയുന്നത്. അപ്പം അതുകൊണ്ട് സ്വന്തം മനസ്സ് ഉയർത്താനുള്ളൊരു കഴിവ് നാം വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റൊരു മനസ്സുമായി ഏറ്റുമുട്ടാൻ പോകില്ല. നിങ്ങൾക്ക് മനസ്സിലാവും, അവർക്ക് അവരുടെ രീതിയിലേ പെരുമാറാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പ്രതീക്ഷകൾ മറ്റുള്ളവരിൽ നിന്നും കുറഞ്ഞു വരും. മനസ്സിലായില്ലേ? നിങ്ങളുടെ പ്രതീക്ഷകൾ മറ്റുള്ളവരിൽ നിന്നും കുറയും. നിങ്ങൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിന് പകരം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷ വയ്ക്കും തോറും
അത് കിട്ടാതെ വരുംതോറും ഒരു ദക്ഷിണ പോലെ നിങ്ങൾക്ക് ഉയരുന്നതിന് പകരം താഴാം. നിങ്ങൾക്ക് സ്വയം നശിക്കാം. അതല്ല, നിങ്ങൾ ധ്യാനവും മറ്റും പരിശീലിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ പ്രതീക്ഷ കുറയും, പ്രതിഷേധം കുറയും, പരിഭവങ്ങൾ കുറയും. ഇതാണോ വേണ്ടത്? ചിന്തിക്കൂ നിങ്ങൾ. അത്തരത്തിലുള്ളൊരു ഉത്കൃഷ്ടമായൊരു ജീവിതം വാർത്തെടുക്കാൻ ഈ ഭാഗവതം വഴിയൊരുക്കണം. അപ്പോൾ ഈ ഓരോ കഥകളും ഉണ്ടല്ലോ, നിങ്ങളതിൻ്റെ പഴമയുള്ള കഥയെ നിങ്ങൾ ഒരു മോഡേൺ വേയിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങൾ തരാൻ സാധിക്കുന്ന ഉത്തമമായ ഒരു ജീവിത ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. അതിന് ഇത്ര പ്രസക്തിയുണ്ട് എന്ന് പറയാണ്. അതൊരു വലിയ സൈക്കോളജിക്കൽ ടെക്സ്റ്റായി മാറും, ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് ടെക്സ്റ്റായി മാറും. ആ രീതിയിൽ നിങ്ങളതിനെ കാണണം. നിങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു പോവരുത്. ഈ കഥകളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം, അതിൻ്റെ പിന്നിലുള്ള താത്വികമായ കാര്യങ്ങളെ മനസ്സിലാക്കണം. ഇത് നിങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അന്നത്തെ ദക്ഷൻ ഇന്നത്തെ ദുർബലനായിത്തീരുന്ന ദക്ഷ മനസ്സുകളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? അന്ന് ദക്ഷൻ്റെ തല മനുഷ്യൻ്റെ തലയിൽ നിന്നും ആടിൻ്റെ തലയിലേക്ക് പോയെങ്കിൽ ഇന്ന് നമ്മുടെ തല, നമ്മുടെ മനസ്സ്, ഉയർത്താൻ കഴിയുന്നൊരു മനസ്സ് ദുർബലമാക്കി നാം മറ്റുള്ളവരിൽ നിന്നും അകറ്റുന്നത് ഒരു ആടിൻ്റെ ജീവിതം പോലെ എന്നത് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് പരിവർത്തനം വരുത്തിയെടുക്കാനും നമ്മളിൽ കഴിവുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മനുഷ്യനെ ഉത്കൃഷ്ടനാക്കുന്ന, മനുഷ്യനെ പൂർണ്ണനാക്കുന്ന ഒരു അത്ഭുതകരമായ ശാസ്ത്രമാണ് ഇത് ഭാഗവതം. പഠിക്കൂ, ഉൾക്കൊള്ളൂ. നമുക്ക് അതിനുശേഷം കാണേണ്ട കഥയാണ് ഒരു കുട്ടിയുടെ മനസ്സിനെ പരിവർത്തനം വരുത്താൻ സഹായിക്കുന്ന ഒരു അമ്മയുടെ കഥയായ സുനീതിയുടെ കഥ പറയുന്ന ധ്രുവചരിത്രം.